ബാക്കിലേക്ക് വിട്ടേക്ക്. എഴുന്നേൽക്ക്. ഇന്നത്തെ വചനം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ മണവാളന്റെയും നമ്മുടെയും ഭാവിയിലെ വീട്. മണവാട്ടിയുടെയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെയും എന്ന് പറയണം. കാരണം നാം മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്തവരല്ല. നമുക്കുള്ള ഏക പ്രത്യാശ ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കാം. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ. ഒന്ന് ആലോചിക്കും, നമുക്ക് പോരായ്മകളെല്ലാം ഉണ്ടാവാം. വചനം പറയുന്ന പോലെ ഒരുപക്ഷെ 3 നേരം ബൈബിൾ വായിക്കാനോ പാടുവാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ സുവിശേഷം അറിയിക്കാനോ ഒക്കെ പറ്റിയില്ല എങ്കിലും പ്രത്യാശ എന്ന് പറയുന്നത് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തുറന്നു നിന്ന ഒരു വാതിലാണ്. വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നാണ് വായിച്ചിട്ട് യോഹന്നാൻ 10 വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് വാതിൽ തുറന്നു തന്നവൻ കർത്താവായ യേശു ക്രിസ്തു. അത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് സന്തോഷിക്കാൻ. അതിനേക്കാൾ വലുതായ ഒന്നുമില്ല. ആ കർത്താവുള്ള സ്നേഹത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക. ഓക്കെ. അപ്പോ സ്വർഗീയ മണവാളിന്റെയും എന്റെയും ഭാവിയിലെ വീട് എന്ന വിഷയം നമ്മൾ എടുക്കുന്നത്. അത് വചനം ഞാൻ വായിക്കാൻ. 2 പത്രോസ് 3-ാമത്തെ അധ്യായം മുതൽ ചില വചനങ്ങൾ. 3-ാമത്തെ അധ്യായം 3 മുതൽ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേൻ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അത് തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപേ കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. കൃപയിലും നമ്മുടെ കർത്താവിലും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1-2 വേദഭാഗം. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1-2 വേദഭാഗം. 21-ാമത്തെ അധ്യായം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തു നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത് പറഞ്ഞ പോലെ യെശയ്യാ പ്രവാചകൻ 65-ാമത്തെ അധ്യായം 17, 18, 19, പിന്നെ 24, 25. യെശയ്യാ പ്രവാചകൻ 65-ാമത്തെ പുസ്തകം 17, 18, 19. ആദ്യം യെശയ്യാ പ്രവാചകൻ 65, 17, 18, 19. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. 24, 25. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷവും നാശവുമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരണമുള്ള കർത്താവേ, ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പഴയത് മാഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ലോകം പഠിപ്പിക്കുന്ന പ്രകാരമല്ലെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ശേഷം തിരുവെഴുത്തുകളെ നീക്കിക്കളയുന്നവർ അധർമ്മികളാണെന്ന് ഇവിടെ പറയുന്നു. ഈ അധർമ്മികൾ ഒരിക്കലും കർത്താവിന്റെ നാമം ഉപയോഗിക്കുന്നവരല്ല. മത്തായി 7:21 പറയുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, വീര്യപ്രവൃത്തി ചെയ്തു,
പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അവിടെ ഒരു കാര്യം പറയാൻ കഴിയുന്നില്ല. അവരെയാണ് കർത്താവ് അവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവാൻ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവ് കാണുന്ന അധർമ്മം എന്താണ്? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അവർക്കവിടെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. ഇവിടെ വചനം പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അധർമ്മികളുടെ വഞ്ചനയാണ് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട, അല്ലെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ മരണ ശുശ്രൂഷയോ വിവാഹമോ അതുപോലുള്ള ഒരു കാര്യവും വേണ്ട. നാം അത് പറയുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ആരായാലും വചനം പറയുന്നു അവർ അധർമ്മികളാണ്, അവരത് വേണ്ട എന്ന് പറയുന്നത് വഞ്ചനയാണ്. നിങ്ങൾ അതിൽ നിന്നും നീങ്ങിയിരിപ്പിൻ, വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സുവിശേഷം പറയുമ്പോൾ ഈ വചനം എടുത്ത് പറയുക, 2 പത്രോസ് 3:17. നിങ്ങൾ മുമ്പേ കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്, അതാണ് കർത്താവ് നമ്മെ വിളിച്ച് ഈ സഭയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ സംഘടനാ സഭയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഈ നാമത്തിന്റെ പ്രാധാന്യവും ഈ ഇവർ പറയുന്ന ദൈവത്തിന്റെ വെളിപ്പാട് ഇങ്ങനെ അല്ലല്ലോ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അതാകുന്നു. നിങ്ങൾ മുമ്പേ കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട്, നാം അല്ല കർത്താവാകുന്നു നമ്മെ ഗ്രഹിപ്പിച്ചത്. ആ യേശു നമ്മോട് കാണിച്ച മഹാസ്നേഹമാകുന്നു അത് കേട്ട് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് ഇവിടെ വന്നിട്ടും വീണ്ടും തെറ്റിപ്പോകരുത്. നോക്കൂ, ഇവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരായവരും. ഇതിന്റെ അടുത്ത വരി പറയുന്നതോ, നിങ്ങളുടെ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഒരു കൂട്ടം ദൈവത്തിന്റെ ജനത്തിന് ദൈവം സ്വസ്ഥമായ ഒരു സ്ഥിരമായ ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതാകുന്നു ഭാവിയിലെ വീട്, അതാകുന്നു കർത്താവിന്റെ ശരീരം, അവിടെയാകുന്നു നാം ആയിരുന്നത്. എന്നാൽ ഈ സ്വന്തം സ്ഥിരത വിട്ട് വഷളായി പോകുന്നവരാണ് ശേഷം തിരുവെഴുത്തുകളെ. ഇതാകുന്നു യോഹന്നാൻ 16:12 മുതൽ യേശു പറഞ്ഞത്, എനിക്ക് ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. യേശുവിന് പറയാനുണ്ടായിരുന്ന ബാക്കി കാര്യങ്ങൾ അപ്പോസ്തലന്മാരിലൂടെ നമ്മെ അറിയിച്ചിരിക്കുന്നു. അത് നോക്കൂ, ശേഷം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ആ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നവർ അവരുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്ന്. അങ്ങ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദി. വെറുതെ ഞായറാഴ്ച ആയതുകൊണ്ട് വന്നതല്ല, വെറുതെ പാസ്റ്റർ പ്രസംഗിക്കുന്ന കേൾക്കാൻ വന്നതല്ല. ഇതെന്റെ പിതാവ് സംസാരിക്കുന്നതാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെത്ര സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. ആ പിതാവിന്റെ ദൗത്യത്തിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ച കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടുണ്ടായിരിക്കാൻ കരുണയുള്ള കർത്താവെ നമ്മെ സഹായിക്കണമേ. നമ്മുടെ ആത്മാവോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരി എല്ലാവർക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി, അടുത്ത വരി, സ്വന്തം സ്ഥിരത വിട്ടു പോകാതിരിപ്പാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്കായി സ്വന്തം സ്ഥിരത ഒരുക്കിയിരിക്കുന്നു. അത് ആദ്യത്തെ എന്താണ്? സ്വസ്ഥത. അതെന്താ? പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കില്ല. ഇപ്പൊ ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ വിഷമിക്കുന്നു. പോകണം, അത് ദൈവം ഇഷ്ടം പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ വിഷമിച്ചിട്ട് അയ്യോ ഞാൻ ഈ വിളിയിലുള്ളതല്ലേ, ഞാൻ വെറുതെ ഇരിക്കുന്നതാണോ, ഞാൻ 3ാമത്തെ ഗണത്തിലാണോ 2ാമത്തെ ഗണത്തിലാണോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നതിന് ഏറ്റവും വലിയ കൃപയാണ്. വിട്ടുപോകാവുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ. നമ്മൾ മാനുഷികമായിട്ടാണ് ഇവിടെ വന്നത് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഓടിപ്പോകും. ക്രിസ്തുവാണ് എന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് ഓടിപ്പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് എന്റെ നാമനിമിത്തം പഴി, ദൂഷി, നിന്ന, പരിഹാസം ഉണ്ട്. ഓർത്തുകൊള്ളുവിൻ, ലോകം സന്തോഷിക്കും, നിങ്ങളോ ദുഃഖിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിലുണ്ട്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്, കർത്താവ് വരുന്നത് ആരെ ചേർക്കാനാണ്? തൻ്റെ ഗുണഗണങ്ങൾ ഉള്ളവരെ ചേർക്കുന്നതിനാണ് കർത്താവ് വരുന്നതെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം അവസാനത്തെ ഭാഗം നമ്മൾ എടുത്തത്. അത് ശരിയാണോ എന്ന് അറിയാനായിട്ട് കർത്താവിന്റെ 1ാമത്തെ വരവിൽ സംഘടനാ സഭ, അതായത് പുനരുദ്ധാനമുണ്ടെന്നും ഇല്ലെന്നും, പരീക്ഷപക്ഷം, സദൂക്യപക്ഷം, ഇങ്ങനെ വിവിധ തരം
ആരുമില്ലല്ലോ, ഫാൻ ഓഫ് ചെയ്ത് ഏറ്റവും ബാക്കിൽ. അപ്പൊ വിവിധ തരം ഉപദേശങ്ങളിലും വിശ്വാസത്തിലുമായിരുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്റെ സ്വഭാവ ഗുണമുള്ളവർ എവിടെ ഉണ്ടായിരുന്നു? അപ്പോസ്തലന്മാരായ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പന്മാർ പറഞ്ഞു കൊടുത്ത വിശ്വാസത്തിൽ അല്ലാതെ സംഘടനാ സഭകളിലായിരുന്നു. അവിടെ നിന്നാണ് കർത്താവിന്റെ സ്വഭാവ ഗുണം ഉള്ളവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സഭാപ്രസംഗം 1:9 പ്രകാരം സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല, മുമ്പ് എന്ത് സംഭവിച്ചോ അത് തന്നെ സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ആരാണ് നമ്മെ തേടി വന്നത്? കർത്താവ് തന്നെയാണ്. ആരിലൂടെ വന്നു എന്നല്ല, ആരിലൂടെ പറഞ്ഞാലും നമ്മെ സ്വാധീനിച്ചത് ദൈവവചനം ആദ്യമായി. രണ്ടാമതോ ദൈവവചനം ആത്മകണ്ണിനാൽ ചെവിയാൽ കേട്ടു, ഹൃദയത്തിൽ വന്നപ്പോൾ വെളിപ്പാടിനാൽ കർത്താവ് ഗ്രഹിപ്പിച്ചു. ആമേൻ. അപ്പോൾ വെളിപ്പാടിൽ കെട്ടപ്പെടുന്ന സഭയാണ് നാം. അതുകൊണ്ടാണ് നമുക്ക് പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിക്കണം. എന്തിനാ? എനിക്ക് പോകാൻ കഴിയാത്ത വണ്ണം കർത്താവ് എന്നെ ക്രിസ്തുവിനോട് ചേർത്തിരിക്കുന്നതിനായി നന്ദി കർത്താവേ. നമ്മളാണെങ്കിൽ ഇതിനു മുമ്പേ പോകും. അതുകൊണ്ട് നമ്മൾ തിരക്കുള്ള റോഡിലൂടെ ഒരു കുഞ്ഞിനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കുഞ്ഞ് നമ്മളെ പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഉണ്ടോ? സ്വഭാവമുള്ള ഒരു അപ്പനും അമ്മയും ഒരു ബന്ധുമിത്രാദികളും ആ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി മകനെ മകളെ നീ എന്റെ കയ്യിൽ പിടിച്ചോ എന്നല്ല പറയുന്നത്, നമ്മൾ അവരുടെ കയ്യിൽ പിടിക്കും. അവരെ കാണുന്ന സാഹചര്യം അനുസരിച്ച് എത്ര കുതിറി ഓടി സന്തോഷത്തിൽ പോകാൻ ആഗ്രഹിച്ചാലും നമ്മൾ വിടില്ല. അതെന്താ? ലോകത്തിലുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്, ലോകത്തിന്റെ കാര്യങ്ങളാണ്. ആ കുഞ്ഞ് അങ്ങനെ വഴുതി പോയാൽ എവിടെ പോകുന്നു? നാശത്തിലേക്ക് പോകുന്നു. അപ്പൊ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ നാം സൂക്ഷിക്കുന്നത് പോലെ എന്റെ സ്വന്തം സ്ഥിരതയാകുന്ന കർത്താവിന്റെ ഭവനത്തിന്റെ ഭാഗമായി എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. നോക്കൂ, ഒന്ന് ആലോചിച്ചോ, കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? നമുക്കുണ്ടാവുന്ന സാഹചര്യങ്ങളും പ്രയാസങ്ങളും ടെൻഷനും, അല്ലെങ്കിൽ ദൈവസഭയാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, സ്വർഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. സംഘടനാ സഭയിൽ ഇരിക്കുന്നവർ ഇതിനേക്കാളും സുഭിക്ഷമായി ജീവിക്കുന്നില്ലേ നമ്മുടെ കൺമുമ്പിൽ? എത്ര സന്തോഷത്തോടെ സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇതാ യേശു പറഞ്ഞത്, എളിയ ഒരു സഹോദരന് ചെയ്യുന്നതൊക്കെയും നിങ്ങൾ എനിക്കെന്ന പോലെ. കർത്താവ് വന്നപ്പോൾ കർത്താവിനെ മനസ്സിലായതും എളിയ മനുഷ്യർക്കായിരുന്നു. അപ്പോൾ കർത്താവിന്റെ പദ്ധതി തന്നെയാണ് നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ ഇരുത്തിയിരിക്കുന്നതും. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ തന്റെ സ്വഭാവ ഗുണമുള്ള വ്യക്തികളായിരിക്കാൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് പോകാം. ഓക്കെ. ഇങ്ങനെ കർത്താവ് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം കൊടുക്കുന്നത് നീതീകരണം. നീതീകരണം ലഭിക്കുന്നു വിശ്വാസത്താൽ. വിശ്വാസം എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാനിൽ പഠിച്ചതാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കാൻ, അതെ ഞാൻ വിശ്വസിക്കുന്നു എന്നതല്ല വിശ്വാസം, എന്ന് പറയുന്നതല്ല. കർത്താവായ അവിടെ നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ്? പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുന്നതല്ല, കർത്താവായ യേശു അല്ല, ക്രിസ്തുവായ യേശു അല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വന്നവൻ. ഈ ഒരു വെളിപ്പാടിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവനോ അവന്റെ കുടുംബവും രക്ഷപ്പെടില്ല. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശു തന്നെ കർത്താവെന്ന്. അപ്പോൾ ഇതിന്റെ ആക്ഷരികം നോക്കിയാൽ പുത്രൻ ആണ് പിതാവെന്ന് ആരും സമ്മതിക്കില്ല. കാര്യം എന്താ? പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു. പിതാവിന്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ പിതാവിനോട് അപേക്ഷിച്ചു. പിതാവ് മറ്റൊരു കാര്യസ്ഥനായിരിക്കും. കണ്ടോ? ഇത് മരണത്തിനായി പറയുകയാണ്. ഇതിൽ തുടർന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 28-ാമത്തെ അധ്യായം പറയുന്നത്, ഇവിടെ അല്പം അവിടെ അല്പം വിക്കി വിക്കി പറയുന്ന ധനങ്ങളാലും എന്തിനാണെന്നവിടെ പറയുന്നു, പരിഹാസികൾ പുറകോട്ട് വീണ് നശിച്ചു പോകേണ്ടതിന് യഹോവയുടെ വചനം ഇവിടെ അല്പം അവിടെ അല്പം എന്നിങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വചനം വായിച്ച പരിഹാസികൾ പരിഹാസത്തോടെ എഴിച്ചു വരുന്നപ്പോഴാണ് അന്ത്യനാളിൽ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഈ അന്ത്യനാളിലാണ് ലോകം മുഴുവൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ലോകം മുഴുവനും ബൈബിൾ വായിച്ചിട്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ ബുദ്ധിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബുദ്ധിയിലല്ല ദൈവത്തിന്റെ സഭയെ ദൈവം കെട്ടുന്നത്. മനുഷ്യന്റെ ജ്ഞാനത്തിലോ പരിജ്ഞാനത്തിലോ അല്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ സഭയെ പണിയുന്നത്. അപ്പോൾ ആ വെളിപ്പാട് നാം പോയി ലോകത്തോട് പറയുമ്പോൾ അവർ പരിഹസിക്കും. അതുകൊണ്ടാണ് പരിഹാസികൾ സ്വന്തം മോഹങ്ങളെ അനുസരിക്കുമാറ് അന്ത്യനാളിൽ എഴുന്നേറ്റ് വരുന്നത്. അന്ത്യനാളിലാണ് ഇവയെ മനസ്സിലാകുന്നത്. അപ്പോൾ ലോകത്ത് നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോഴും ഏത് ട്രാക്ക് എടുത്താലും അതിൽ കാണാം,
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി ഇങ്ങനത്തെ ട്രാക്റ്റുമായി ആരെങ്കിലും വരുമ്പോൾ അവരോട് ചോദിക്കണം, എത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞാൽ, എന്ത് പാസ്റ്റർ എന്ന് പറഞ്ഞാലും ചോദിക്കണം, എന്താണ് ആ വചനം നൽകിയപ്പോൾ കർത്താവിൽ ഉണ്ടായിരുന്ന ഉദ്ദേശം? അത് അറിഞ്ഞില്ലെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പൊ വിശ്വാസം എന്നാൽ എന്തെന്ന് അവരോട് ചോദിക്കണം. അവർ പറയും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി വന്നു, കാൽവരി ക്രൂശിൽ യാഗമായി, നമ്മുടെ രക്ഷിതാവ് വീണ്ടെടുപ്പുകാരനാണ്, യേശു ഇനി നമ്മെ ചേർത്ത് കൊണ്ടുപോകും. ഇത് വിശ്വസിക്കുക. ഇതല്ല വിശ്വസിക്കേണ്ടത്. ഇതാണ്. പക്ഷെ ഇത് അവിടെ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, രക്ഷ പ്രാപിക്കുന്നതിന് വേറെ പല ഭാഗത്ത് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, യെശയ്യാ പ്രവാചകൻ 28 പറയുന്നത്, 22 താഴെ പറയുന്നത്, ഇവിടെ അല്പം അവിടെ അല്പം വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഭാഗം, എബ്രായൻ പറഞ്ഞ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം യെഹെസ്കേലില്, യെശയ്യാവില്, അല്ലെങ്കിൽ ആമോസില്, മലാഖിയില് ഓരോ പ്രവാചകന്മാരിലൂടെ ഭാഗം ഭാഗമായിട്ടാണ് കർത്താവ് തന്റെ വചനത്തെ അയച്ചിരിക്കുന്നത്. പൂർത്തിയാക്കിയതെന്ന് പറയാൻ പറ്റില്ല. പൂർത്തീകരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക സംഘടനാ സഭകളിൽ, അല്ലെങ്കിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്ന സഭകളിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് ഗോതമ്പാകുന്ന നമ്മെ കളപ്പുരയിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ തിരുവെഴുത്തുകളുടെ ഒരു നിവർത്തീകരണമാണ്. അത് പൂർത്തിയായിട്ടില്ല. പൂർത്തിയായെങ്കിൽ കർത്താവ് ഒന്ന് മണവാട്ടി ചേർത്ത് കൊണ്ടുപോയിരിക്കണം. ഏത് വചനപ്രകാരം? ജാതികളുടെ സംഖ്യ തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. അപ്പം സംഖ്യ തികയോളം യെരൂശലേമിന് അല്പമായി കഷ്ടമുണ്ടാകും. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം ഒരു വ്യക്തി? ഇനി ശ്രദ്ധിച്ചോളുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിൻ രക്ഷകനാണ്, നേരത്തെ പറഞ്ഞാൽ വിടുതൽക്കാരനാണ്, ക്രൂശിലെ മരണം, ഇതെല്ലാം ശരി തന്നെ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, പിതാവിന്റെ നാമമാണ് കർത്താവെന്നും, പുത്രന്റെ നാമമാണ് യേശു എന്നും, പരിശുദ്ധാത്മാവിന്റെ നാമമാണ് ക്രിസ്തു എന്നും ഈ വെളിപ്പാട് പിന്നെ മൂന്നാക്കരുത്. ഈ ലോകസഭകളെല്ലാം ശീതോഷ്ണവനാണ്. മൂന്നും പിന്നെ മൂന്നും ചേർന്ന ഒന്നും എന്നവർ പറയുന്നത് പിശാചാണ് പഠിപ്പിച്ചത്. അതാണ് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. ഒന്നുകിൽ ശീതവാനായിരിക്കുക, ഇല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക. ശീതോഷ്ണവാൻ മൂന്നാണെന്ന് പറയുകയും പിന്നെ മൂന്നും ചേർന്ന ഒന്ന് എന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എപ്പോഴും 3 3 3 എന്നേ പറയുള്ളൂ. ഒരിക്കലും അവർ ഒന്നാക്കി സംസാരിക്കില്ല. അപ്പൊ ശീതോഷമാണ്. അപ്പം കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കണം. ഇവിടെ ഫിനിഷ്. ഇതാണ് വെളിപ്പാട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പത്രോസ് പുത്രൻ എന്ന യേശുവിനെ നോക്കി കർത്താവേ എന്ന് വിളിച്ചു. പുത്രൻ, ഇങ്ങനെ ശ്രദ്ധിക്കുക, പുത്രനെ നോക്കി കർത്താവേ എന്ന് വിളിച്ചു, അല്ലേ? അടുത്ത് പുത്രൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. അപ്പൊ ഈ പുത്രൻ തന്നെ യേശു എന്നും പത്രോസിന് അറിയാം. അപ്പൊ ഈ പുത്രൻ തന്നെയാണ് കർത്താവെന്നും പുത്രൻ തന്നെയാണ് യേശു എന്നും അറിയാം. പത്രോസിനോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പലരും മറിയയുടെ പുത്രൻ, ബേൽസെബൂൽ, തച്ചന്റെ മകൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾ എന്നെ എന്ത് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു. നോക്കൂ, പുത്രൻ കർത്താവാണ്, പുത്രൻ യേശുവാണ്, പുത്രൻ ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു. ഈ പുത്രൻ തന്നെയാണ് ക്രിസ്തു എന്നും പുത്രൻ തന്നെയാണ് യേശു എന്നും പുത്രൻ തന്നെയാണ് കർത്താവും എന്ന് വെളിപ്പെട്ടപ്പോഴാണ് യേശു പറഞ്ഞത്, ഇത് നിന്റെ ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഈ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയുന്നതാണ്. അപ്പോൾ ഇന്ന് ലോകത്തുള്ളവർ കർത്താവായ യേശു ക്രിസ്തു പുത്രന്റെ പേര് മാത്രമാണ് എന്ന് പറഞ്ഞാൽ പിതാവ് വേറെ എന്ന് പറയണം. അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തുണ്ടായിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ അപ്പോസ്തലൻ പറഞ്ഞ് 16:31 കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആ വചനത്തിന്റെ പൂർത്തീകരണം കിടക്കുന്നത് ഇത് 3 വ്യക്തികൾ എന്ന് പറയുന്നവരല്ല രക്ഷിക്കപ്പെടുന്നത്. ഈ സൃഷ്ടികർത്താവ്, യഹോവയായ കർത്താവ്, അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് ആയ ഈ കർത്താവ് തന്നെയാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും, അതായത് പിതാവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി ആയി വന്നപ്പോൾ അവനെ യേശു എന്ന് വിളിച്ചു. എന്തുകൊണ്ട്?
ഈ പിതാവ് ആവർത്തന പുസ്തകം 7:6 പറഞ്ഞ്, ഇസ്രായേലെ കേൾക്ക, നിന്നെ ഞാൻ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് എന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത പിതാവായ ദൈവം മക്കളുടെ ഇടയിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. സ്വന്തമായവരാര്? യേശു. മറ്റു സ്വന്തമായവർ ഇസ്രായേൽ ജനം. ആരെ തള്ളി? ശരീരത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ. അതാര്? സൃഷ്ടികർത്താവായ ദൈവം. അതാണ് ഇമ്മാനുവേൽ. 3 ദൈവത്തിലൊരു ദൈവമല്ല. ഇനി അവൻ പോകാൻ സമയത്ത് പറഞ്ഞു, ഞാൻ പോയി കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. മത്തായി 28:20 വായിച്ചു നോക്കുക. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ആര്? ഈ യേശു ക്രിസ്തു. അപ്പൊ ഞാൻ പോയി വന്ന് ലോകാവസാനത്തോളം ഇരിക്കുമെന്ന് പറഞ്ഞത് ആക്ഷരികമായി പറഞ്ഞതിന്റെ ആത്മീകമായ കാര്യമാണ്. കൊലോസ്യർ 1:27 അവിടെ വായിച്ചാൽ അറിയാം. ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ആക്ഷരികമായി എടുത്താൽ ഇത് 3ാമത്തെ വ്യക്തി. ആത്മീകമായി എടുത്താൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ആരാണ്? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ഈ ക്രിസ്തു ആരാണെന്ന് വെച്ചാൽ യേശു ആണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ സ്വർഗം വെളിപ്പെടുത്തി തന്നതാണ്. അപ്പൊ സ്വർഗം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടിന് പുറത്തു നിന്നിട്ട് പരിശുദ്ധാത്മാവ് 3ാമത്തെ വ്യക്തിയാണ്. അത് യേശു അല്ല. യേശു പിതാവിനോട് ചോദിച്ച് വാങ്ങി തന്ന മറ്റൊരു രാജസനെന്ന് ഈ സഭകൾ മുഴുവൻ പറയുമ്പോൾ ഇവരിൽ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പറയാൻ ധൈര്യമുണ്ടോ? ഇനി ട്രാക്കിംഗ് കൊണ്ട് പോകുമ്പോൾ ഇതും കൂടെ വിശദീകരിക്കണം. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതാണ് യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പക്ഷെ ഭാഗമായി വിവിധമായും ഇവിടെ അല്പം അവിടെ അല്പം വിക്കി പറയുന്ന തരങ്ങളാലും സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, ഇവിടെ അല്പം അവിടെ എന്നിങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. എന്തിനാണ്? ദൈവത്തിന്റെ ജനത്തിന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പഠിപ്പിച്ചു തരും. പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമമാണ് യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. അപ്പൊ ഇതൊന്നിനാ? എന്തിനിങ്ങനെ ഇപ്പോഴും പുതിയ നിയമസഭയിൽ വന്നിട്ടും, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായമാണ് പുതിയ നിയമസഭ പരിശുദ്ധാത്മാവ് തുടങ്ങുന്നത്. അവിടെ വന്നിട്ട് ഇത് എന്തിനെഴുതിയിരിക്കുന്നു? സദൃശവാക്യം 28-ാമത്തെ അധ്യായം വായിച്ചോ. പരിഹാസികൾ പുറകോട്ട് വീണ് നശിച്ചു പോകേണ്ടതിന് യഹോവയുടെ വചനം ഇവിടെ അല്പം അവിടെ അല്പം എന്നിങ്ങനെ തന്നെ ആയിരിക്കുമെന്ന. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിലായിരുന്നു, അവരോടൊപ്പം തന്നെ ആയിരുന്നു. നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നു. ഞാനും അതേപോലെ തന്നെ പഠിപ്പിക്കുകയും പുസ്തകങ്ങളിൽ ട്രാക്കിലെ പുസ്തകങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. കാലത്തികവിൽ, ഈ കാലത്തികവ് എന്താണ് ഇതിനെ പഠിപ്പിക്കുന്നത്? കാലത്തികവ് എന്ന് വെച്ചാൽ കർത്താവിന് നമ്മെ ബോധ്യപ്പെട്ട സമയം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു വില ഇട്ടിട്ട് ഞാൻ ഏഴയാണ്, പുഴുവാണ്, കൃമിയാണ്, ഭാവിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇരിക്കരുത്. കർത്താവ് വിളിച്ച് വേർതിരിച്ച വിശുദ്ധ ജനം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം. അപ്പൊ ഞാനൊരു സംഘടനാ സഭയിലായിരുന്നപ്പോൾ കർത്താവ് എന്നെ അവിടെ സ്വസ്ഥമായി ആക്കി വെച്ചിരിക്കുന്നു. കാലത്തികവിൽ എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മുടെ സമയത്ത് ഏതാണെന്ന് ബോധ്യമായി. ഇനി അവൻ അന്യരും പരദേശികളും ലോകത്ത് ദൈവമില്ലാത്തവരുമല്ല, വിശുദ്ധ വംശം, സ്വന്തം ജനം എന്ന് കർത്താവ് കണ്ടിട്ട് കർത്താവ് എന്നെ അവിടെ നിന്ന് എടുക്കുമ്പോൾ കർത്താവ് എന്ന ദൈവസഭയുടെ ഭാഗമാക്കണമെങ്കിൽ അവന്റെ പാപം മോചിച്ചിരിക്കണം. പാപം മോചിക്കാൻ കർത്താവ് തന്നെ തന്ന ഒരൊറ്റ വഴിയുള്ളൂ, ക്രൂശ്, മരണ, അടക്ക, പുനരുത്ഥാനം എന്ന സ്നാനം. ആ പാപമോചന സ്നാനത്തിലൂടെ കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയിൽ ചേർത്തിരിക്കുന്നതാണ് നാം. അതാണ് നാം വിശുദ്ധ ജനം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവേൻ. അപ്പോൾ പിതാവ് ആകർഷിക്കുന്ന പുത്രന്റെ അടുക്കിലേക്ക് വരാൻ, പുത്രൻ മീൻസ് ദൈവസഭ അല്ലെങ്കിൽ ശരീരം, മണവാട്ടിയിലേക്ക് വരാൻ പിതാവ് ആകർഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശിലെ മരണം, പാപപരിഹാര മാർഗം. അത് കർത്താവായ യേശുക്രിസ്തു നാമം വഴിയായി എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ പോകാൻ കഴിയില്ല. അതായത് നാം പാപസംബന്ധമായി മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം നാം പ്രാപിച്ചിരിക്കണം. അപ്പൊ ഇനി ഈ കാര്യം പറയുക, അതിലേക്കാണ് ഇത്ര സംസാരിക്കുക. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന വെച്ചാൽ റോമർ 10:9 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു തന്നെ കർത്താവ് എന്ന് വിശ്വസിക്കണം. ഇത് എഴുതി കൊടുത്താൽ ഈ നമ്മൾ ഉരുട്ടി കൊടുക്കുന്നതല്ല, കഴിച്ചിട്ടെങ്കിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇതും ഒന്നെന്ന് പഠിപ്പിച്ചു കൊടുത്ത അവന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചാലാണ് കർത്താവ് ഞാൻ ശരീരങ്ങളെയല്ല വസ്ത്രങ്ങളെയല്ല ഹൃദയത്തെ അത്രേ നോക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരാത്മാവിന്റെ 3 പ്രവൃത്തിയാണെന്ന് ഉറപ്പുള്ളവൻ മാത്രമാണ് കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചതായിട്ട് ദൈവം കണക്കിടുള്ളൂ. അവൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. ഇത് 2 എന്ന് വിശ്വസിക്കുന്നവൻ
യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം. അത് ഇംഗ്ലീഷ് ബൈബിളിലെ ഉണ്ട്. ഇഫ് യു ഡോണ്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻ. ഞാൻ തന്നെ അവൻ, അതായത് ഈ പിതാവ് എന്ന് പറയുന്ന, നിങ്ങൾ ഈ പിതാവ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എന്നാൽ നിങ്ങൾ എപ്പോൾ തിരിച്ചറിയും? ഇത് യോഹന്നാൻ 8:24, 8-4 വാക്യം കൂടെ താഴെ 28 പറയുന്നു. പുതിയതായിട്ട് കാണുന്നുണ്ട്, സിസ്റ്റം കൂടെ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ യോഹന്നാൻ 8:28 എന്ത് പറയുന്നു? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കും, അറിയും. മനുഷ്യപുത്രനെ ഉയർത്തിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനായി നിങ്ങൾ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാരണം എന്ന സ്നാനം ചെയ്ത്, വിശ്വാസ സ്നാനം ചെയ്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ മനസ്സിലാകും. അതായത് മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ, അതായത് ഞാൻ പിതാവിനെ കുറിച്ചാകുന്നു സംസാരിക്കുന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളാണ് ഗ്രഹിച്ചവർ, ചെറിയ കൂട്ടർ, പിതാവ് ആകർഷിച്ചവർ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി യേശു ക്രിസ്തു തന്നെയാണ് ഈ സൃഷ്ടികർത്താവ് ആയ നിത്യപിതാവ് എന്ന് പറയുന്നത്. ഈ വന്ന ഇമ്മാനുവേൽ അല്ലെങ്കിൽ യേശു എന്ന നിത്യപിതാവ്. ഇതെല്ലാം പഠിച്ചിട്ടും ഗ്രഹിച്ചിട്ടും ബൈബിൾ കോളേജ് പണ്ഡിതന്മാർ ഇപ്പോഴും ഇതിനെ മൂന്നാക്കുന്നുവെങ്കിൽ അവര് ക്രിസ്തുവുമായി എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. ദൈവിക വെളിപ്പാടുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇവിടെ കുറച്ച് ജനമല്ലേ ഉള്ളൂ, സഭ എങ്ങനെയല്ലേ, പുരോഹിതൻ എങ്ങനെയല്ലേ, അല്ലെങ്കിൽ വിശ്വാസികളല്ലേ എങ്ങനെ, ഇതല്ല നോക്കേണ്ടത്. ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ യേശു വന്നപ്പം വിളിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും പുറത്താക്കപ്പെട്ടതും കർത്താവ് കൊണ്ടുപോയതും എല്ലാം ഒരു യോഗ്യതയില്ലാത്ത ജനങ്ങളാണ്. എല്ലാവരും തള്ളപ്പെട്ടതാ. ഇനി യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കൂടെയുള്ളവരും തള്ളിക്കളഞ്ഞിരിക്കും. അതുകൊണ്ട് സമ്പത്തുള്ളവരെ, വിദ്യാഭ്യാസമുള്ളവരെ, വലിയ കുടുംബത്തിലുള്ളവരെ വരാൻ കഴിയുമെന്നല്ല, അവർ ഹൃദയം കൊണ്ട് എളിമപ്പെടണം. ഒന്നാമത്തെ ഭാഗം അതാ യേശു പറഞ്ഞത്. ഈ എളിയ ഒരു സഹോദരൻ, അല്ല ഞാൻ വിശ്വാസിയാണ്, മണവാട്ടിയാണ്, ഞാൻ തികഞ്ഞവൻ എന്ന് പറയുന്നവനല്ല, അവൻ ഹൃദയം കൊണ്ട് താഴ്മ ധരിക്കണം. ഞാൻ ഏതുമില്ല കർത്താവേ, അങ്ങയുടെ വെളിപ്പാടില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ പൂർണ്ണനാകില്ല കർത്താവേ എന്ന് സ്വയം എളിമപ്പെടുന്നവനാണ് ഈ എളിയ ഒരുവൻ. അവനെതിരെയാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവന്റെ ഒരു കാര്യമില്ല. അതുകൊണ്ട് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി ഏറെ ആഴത്തിലിടുന്നത് നന്നെന്ന്. പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് നരകയാതന പോലെ ആയിരിക്കും ഈ എളിയ ക്രിസ്തു വിശ്വാസിയെ. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആലോചിച്ച് നോക്കുക. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ആദ്യം ചെയ്യുന്നത് നീതീകരണം. ദൈവവചനത്തിൽ അതാണ് പറഞ്ഞത്, കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടുക. അപ്പോൾ ഇത്രയും കാലവും നമുക്കിത് വെളിപ്പെട്ടില്ല. ഇപ്പൊ നമുക്കിത് മനസ്സിലായി. ലോകത്തിന് ഇതുവരെ വെളിപ്പെട്ടില്ലെങ്കിൽ അവിടെ എന്തില്ല? സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കും. വെറുതെ അപ്പൊ ഈ വചനം മാത്രം 16:32 അവിടെ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ഈ ട്രാക്റ്റുമായി കൊണ്ട് നടക്കുന്നവരും കൺവെൻഷൻ സെന്ററുകളിൽ എഴുതി വെക്കുന്നവരും എല്ലാവരും ഇത് എന്താണെന്ന് വെളിപ്പെടാതെ അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. നമ്മളോ കൃപയാൽ ദൈവത്തിന്റെ വെളിപ്പാടിനാലുള്ള ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോഴാണ് പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് വരുന്നത്. ഇതാണോ പിതാവ് അയച്ചിട്ട് വന്ന പുത്രൻ എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ പിതാവ് തന്നെ പുത്രൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മണ്ടൻ. അവൻ അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ആത്മാവിന്റെ ശുശ്രൂഷ മനസ്സിലാകും. ആത്മാവായിരുന്ന ദൈവമാണ് മക്കളുടെ ഇടയിലേക്ക് ജഡശരീരത്തിൽ വന്നത്. അപ്പൊ നമ്മളെ വിളിച്ച് നീതീകരിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? തന്റെ രക്തത്താൽ ക്രൂശ് മരണത്തിലൂടെ ആ രക്തത്താൽ വിടിവിക്കുന്നു. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മളെ ഒരു അഗ്നിയാൽ കത്തിച്ചു കളഞ്ഞ് പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി, അത് പുതിയതാക്കി തീർത്തിരിക്കുന്നു. ആ വിഷയമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുമെന്നും ആകാശം ചുട്ടഴിയുമെന്നും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്നും ആകാശം ചുരുളുകൾ പോലെ നീങ്ങിപ്പോകുമെന്നും കൊടും മുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകുമെന്നും പറഞ്ഞിരിക്കുന്നതിന്റെ വെളിപ്പാടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതിപ്പോ 9-ാമത്തെ ഭാഗം, 10-ാമത്തെ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം പഠിപ്പിക്കുന്നത് ഭൂമി, ഒരു വചനമുണ്ട്, ഭൂമി ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. സഖരിയ പ്രവചനം 14. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അത് പകലുമല്ല രാത്രിയുമല്ല, അടുത്ത സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അപ്പൊ ഈ മുഴുവൻ സഭകളും ഇന്നും ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, അതായത് ഭൂമിയെ കത്തിക്കുന്ന ഒരു നിമിഷമുണ്ട്, ഒരു സമയമുണ്ട് എന്ന് പറയുന്നു. ഭൂമിയെ കത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടി മോശമെന്ന് വരും. ഒരിക്കൽ 36 ദൈവത്തിന്റെ സൃഷ്ടി മോശമെന്ന് കണ്ടപ്പോൾ സൃഷ്ടിയായ ഭൂമിയെ കർത്താവ് കത്തിച്ചില്ല.
ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും എന്ന് പറഞ്ഞാൽ പിശാചിനാൽ നിയന്ത്രിച്ചിരുന്ന മനുഷ്യരെയും അവർ നിർമ്മിച്ചതിനെയും കർത്താവ് തകർത്ത് കളഞ്ഞിട്ട് ഭൂമിയെ വെള്ളത്താൽ കഴുകി ശുദ്ധീകരിച്ചു. അതുപോലെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്. ഭൂമിയുടെ വീണ്ടെടുപ്പ് എങ്ങനെയാണ്? 3 പദ്ധതികളിലൂടെ. അതറിയണം. ഇതിൽ ലാസ്റ്റ് പറയാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. ഭൂമി തീക്കായി കാത്തു സൂക്ഷിക്കുന്ന ഭൂമി ഒന്നും കത്തിക്കില്ല. അതിനുള്ള പണികൾ വെന്തു പോകില്ല. പണികൾ എന്താ? ക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യരാണ്. ഈ രാഷ്ട്രീയമാണ്. ഈ കളിമണ്ണും ഇരുമ്പും എന്ന് പറഞ്ഞ ഇരുമ്പ് രാഷ്ട്രീയമാണ്. പൈശാചിക ആരാധനകളാണ്. പിശാചും അവന്റെ തന്ത്രങ്ങളും അവന്റെ സംഘങ്ങളെയും കർത്താവ് നശിപ്പിക്കുന്നതാണ്. കത്തുന്ന ഗന്ധകത്തിലും തീപ്പൊയ്ക്കലും വിട്ട് എന്നേക്കുമെന്ന്. അതാണ് അതിനുള്ള പണികളും വെന്തു പോകും. അങ്ങനെ തന്നെയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിന്റെ 3 പദ്ധതി. ഒന്നാമത്തതായി നമ്മൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ജലസ്നാനം. അന്ന് നോഹയുടെ കാലത്ത് കർത്താവ് ജലപ്രളയത്താൽ ഭൂമിയെ കഴുകിയതുപോലെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്ന ഒരു വ്യക്തിയായ നമ്മെയും കർത്താവ് ആദ്യം ജലത്താൽ കഴുകുന്നു. ഈ കത്തിക്കുന്നു, വെന്തുപോകും, ആകാശം ചുരുളുകളായി പോകും, മൂലപദാർത്ഥം കത്തിയെരിയുന്നത് എന്താണെന്ന് അറിയണം. ഇത് ലോകം പഠിപ്പിക്കുന്നതല്ല. വില്യം മാരിയം ബ്രൻഹാമിലൂടെ കർത്താവ് പഠിപ്പിച്ചെങ്കിൽ അതിന് വചനം വെളിപ്പാടുണ്ടായിരിക്കും. അപ്പോൾ ഭൂമിയെ അതിനുള്ള പണികളും വെന്തുപോകും എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ഭൂമിയിലുള്ള മനുഷ്യരുടെ ദുഷ്ടത നിമിത്തം ആ ഭൂമിയെ കർത്താവ് ശപിച്ചുവെങ്കിലും അപ്പോഴും അവിടെ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ആദാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി 3 പറഞ്ഞ്, നീ ഇവ ചെയ്യുക കൊണ്ട് നിന്റെ ഭാര്യ വാക്ക് കേൾക്ക നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമിയെ അല്ലെങ്കിൽ ഭാര്യയെ എതിർക്കുന്ന അല്ലെങ്കിൽ സഭ അല്ലെങ്കിൽ പിശാചിന്റെ ഉപദേശം അത് കേൾക്കുന്നത് കൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആരാധികളായ വിഗ്രഹാരാധി കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർ തന്നെയാണ്. പിന്നെ വിഗ്രഹാരാധി ലോകത്ത് കിടക്കുന്ന ഈ സകല മനുഷ്യനെയും നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഈ ഭൂമി ശപിക്കപ്പെട്ടതല്ല. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരെയൊക്കെ ദൈവം കൊന്നുകളഞ്ഞു. അപ്പൊ ആ ഭൂമിയെ ഒന്നാമത് ജലത്താൽ കഴുകി ശുദ്ധീകരിച്ച് പിന്നെ ഇതവിടെ നമ്മൾ വായിച്ചാല് പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നശിപ്പിച്ച് ഭൂമി ആകാശം ചുരുളുകളായി ചുരുട്ടി പിന്നെ പുതിയതെന്നുള്ളതല്ല, നോഹയും കുടുംബവും ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ദുഷ്ടതയേറിയ സകലതിനെ കൊന്നു കളഞ്ഞിട്ട് 1 വർഷത്തോളം വെള്ളം ഭൂമിയിൽ നിന്നോ പെട്ടകത്തിനകത്ത് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ കണ്ടത് പുതിയൊരു ഭൂമി, പുതിയൊരു ആകാശമാണ്. ദൈവത്തിന്റെ ഭൂമി അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്. ആകാശം അങ്ങനെ തന്നെയുണ്ട്. അതിലുണ്ടായിരുന്ന ദുഷ്ടതകളെ മുഴുവൻ കർത്താവ് നീക്കി. ഇതാണ് കർത്താവിന്റെ പദ്ധതി. ഇത് വെളിപ്പെടാതാണ് ഈ പെന്തക്കോസ്ത് സഭകളെല്ലാം. അവരാണ് സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് തങ്ങളെ വശീകരിക്കുന്ന ആത്മാക്കളാണ്. ശരിയായ വെളിപ്പാട് വചനത്തിലേക്ക് വരാതിരിക്കാനല്ല അവർ നമ്മളെ കോട്ടിക്കളയുന്നത്, വെളിപ്പാടിലേക്ക് വരാതിരിക്കാൻ. നോക്കൂ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നത് വചനമാണ്. ഇതിന്റെ വെളിപ്പാടാണ് കർത്താവ് യേശു ക്രിസ്തു. ഇതിനോട് അടുക്കാൻ അവർ സമ്മതിക്കില്ല. പോയി പറഞ്ഞു നോക്കൂ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാ നാമത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചേരില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ആത്മാവേത്? ദുരാത്മാവ്. യേശു പറഞ്ഞ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഇവർ തന്നെയാണ്. പറയാൻ ക്രിസ്തുവിനുള്ള ഉറപ്പ് വേണം നമുക്ക്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ കുറിച്ച് ലജ്ജിക്കുന്നെങ്കിൽ സ്വർഗസ്വനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും. ന്യായവിസ്താര സമയത്ത് അവിടെ പോകുമെന്നുള്ള ഉറപ്പാണ്. ഇത് ഇപ്പം ലജ്ജിക്കുന്നെങ്കിൽ, ലജ്ജിക്കില്ലെങ്കിൽ കൃത്യമായി പറയണം. അപ്പൊ ഒന്നാമത്തെ ഭൂമിയെ കഴുകിയതുപോലെ അവിടെ നീതീകരണം വന്നു. 3 ഘട്ടങ്ങളാണ്: നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവ്. 3 ഘട്ടമുണ്ട്. നമ്മളെ അങ്ങനെ തന്നെ. ഇതൊന്നും കത്തിക്കില്ല. ഇതിലുള്ളത് ദുഷ്ടതയാണ് കർത്താവ് നീക്കിക്കളയുന്നത്. അപ്പോഴാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ വിശ്വാസ സ്നാനം, ക്രൂസ് മരണം അടക്ക പുനരുദ്ധാനം എന്ന സ്നാനം ചെയ്തപ്പോൾ നമ്മെ ജലത്താൽ കഴുകി. അപ്പൊ എന്ത് കിട്ടി? നീതീകരണം ലഭിച്ചു. നീതീകരണം ലഭിച്ച ജനത്തെ അടുത്ത് പിന്നെ എവിടെ കൊണ്ടുവരുന്നു? വിശുദ്ധീകരണത്തിനായി ദൈവസഭയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ തരുമ്പോൾ ഞാൻ എന്നിൽ നിന്ന് ലോകപ്രകാരമുള്ള ഓരോന്നിനെ അടർത്തി മാറ്റുമ്പോൾ വിശുദ്ധീകരണത്തിലേക്ക് വഴി നടത്തുകയാണ്. അങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് വഴി നടത്തപ്പെട്ട നോഹയുടെ കാലം മുതലുള്ള ഈ ഭൂമിയെ കർത്താവ് രണ്ടാമത്തെ സ്റ്റെപ്പായി നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മെ ഈ സ്നാനത്തിലൂടെ കർത്താവിന്റെ രക്തത്താൽ പാപം മോചിക്കുന്നു. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ നോഹയുടെ കാലത്ത് കർത്താവ് നീതീകരിച്ച ഭൂമിയെ പിന്നെ എന്ത് ചെയ്തു? ഓരോ 2000 വർഷം ഭൂമിക്ക് ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട് കർത്താവ്. നോഹയുടെ കാലത്ത് ഒരു ന്യായവിധി 2000 വർഷം.
അത് കഴിഞ്ഞപ്പോൾ യേശു വരുമ്പോഴത്തേക്ക് 2000 വർഷം. അത് കഴിഞ്ഞപ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ കഴുകി, നമ്മെ ജലസ്നാനത്താൽ കഴുകി ശുദ്ധീകരിച്ചെടുത്തതില്ലേ. അതിൽ പിന്നെ എന്ത് ചെയ്തു? 2000 വർഷം കഴിഞ്ഞപ്പോൾ യേശു വന്ന് തന്റെ രക്തം ഒഴുക്കി ഈ ഭൂമിയിലേക്ക്. ഈ ഭൂമിയെയും ഭൂമിയിൽ ഉണ്ടായിരുന്ന വിത്തുകളാകുന്ന നമ്മെയും കഴുകുന്നതിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ രക്തം ചൊരിഞ്ഞു. രണ്ടാമത്തെ ശുദ്ധീകരണം. ആ രക്തം ചൊരിയപ്പെട്ട നമ്മെ, രക്തത്താൽ സംരക്ഷിക്കപ്പെട്ട നമ്മെ, പിന്നെ നമ്മൾ എന്തില്ല? പാപമില്ല. എന്തുകൊണ്ട്? രക്താംബരം പോലെ ചുമപ്പായിരുന്ന പാപത്തെ രക്താംബരം പോലെ ചുമപ്പായ രക്തം കൊണ്ട് കഴുകിയെങ്കിൽ രക്തവും നമ്മൾ നോക്കുമ്പോൾ അവിടെ പിന്നെ ശൂന്യത, ബ്ലാങ്ക്, ശുദ്ധമായ ശുഭ്ര വസ്ത്രമായി കാണുള്ളൂ. പിശാച് നമുക്ക് വേണ്ടി പണിയുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പാപത്തിന്റെ ലിസ്റ്റിന് കർത്താവിന് കാണാൻ കഴിയില്ല. രക്തസംബന്ധമായ പാപമെന്ന അവന്റെ ചീട്ട് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ, കുറ്റങ്ങൾ എഴുതിയ അത് വരുമ്പോൾ യേശു നമ്മെ നോക്കുന്നത് രക്തത്തിലൂടെ, തന്റെ തല മുതൽ പാദം വരെ ഒഴുകിയ രക്തത്തിലൂടെ നമ്മെ ശുദ്ധീകരിച്ച ആ നിയമ രക്തത്തിലൂടെ നോക്കുമ്പോൾ കർത്താവിന് ആ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് കാണാൻ പറ്റും. അതാണ് വിശുദ്ധ ജനം. പിശാചിന് കാണാം, ലോകത്ത് കാണാം. മനസ്സിലായോ? നമ്മളെ കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരും നീതിമാന്മാര് പോലും ആയിരുന്നില്ല, കോട്ടും പാപികൾ. പക്ഷെ അംഗീകരിക്കില്ല ആരും. അംഗീകരിക്കുന്നവനാണ് ദൈവം സ്വീകരിക്കുന്നത്. ഞാനൊരു യോഗ്യതയും ഇല്ലായിരുന്ന വ്യക്തിയായിരുന്നു കർത്താവേ, ഒരു യോഗ്യതയുമില്ല. പൗലോസ് പോലും പറഞ്ഞു, കർത്താവേ പാപികളിൽ ഒന്നാമൻ ഞാൻ. അതാണ് എളിമ. അങ്ങനെ വിളിച്ച ദൈവജനത്തെ കർത്താവ് തന്റെ പാപം മോചിച്ചിട്ട് തന്റെ രക്തത്താൽ കഴുകിയിട്ട് നമ്മളിൽ പിന്നും പാപം, മറ്റുള്ളവർ പഴയ കാലം മുതലുള്ള പാപം കാണുന്നുവെങ്കിൽ അവരാരാണ്? ക്രിസ്തുവിന്റെ ജനമല്ല. യേശു പറയുന്നു, ഞാൻ പൊളിച്ചതിനെ നിങ്ങൾ പണിയുന്നുവെങ്കിൽ ലംഘനക്കാരനെന്ന് വരുന്ന. കർത്താവ് തൻ ക്രൂശിലെ രക്തത്താൽ നമ്മെ കഴുകിയിട്ട് കർത്താവ് ആ പഴയ പാപങ്ങൾ കാണാതിരിക്കെ പുതിയ പാപമുണ്ടെങ്കിൽ ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മ പ്രാപിക്കാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവോട് കൂടി ചേർന്ന് പോകുമ്പോൾ നമ്മുടെ പഴയ പാപമെല്ലാം കണ്ട് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ വെളിപ്പാടിൽ നിന്ന് അകലെയാണ്. ഒരുപക്ഷെ സഭയിലായിരിക്കാം, സഭയ്ക്ക് പുറത്തായിരിക്കാം, കുടുംബത്തായിരിക്കാം, എവിടെയായിരുന്നാം ക്രിസ്തുവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല. കാരണം മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിഴകളെ ഞാൻ ക്ഷമിക്കില്ല. അപ്പോൾ ജലത്താൽ കഴുകിയ നമ്മെ കർത്താവിന്റെ രക്തത്താൽ രണ്ടാമത് കഴുകുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം. പാപം മോചിക്കപ്പെട്ടു. പാപം മോചിച്ച വ്യക്തിയെ പിന്നെ അടുത്ത് വരുന്നു മൂന്നാമത്തെ ഘട്ടം. എന്താണ്? പരിശുദ്ധാത്മാവ്, അഗ്നിയാലുള്ള ഒരു കത്തൽ. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ആദ്യം ജലസ്നാനം കഴിഞ്ഞ ശേഷം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു വ്യക്തി സഭയിലേക്ക് വരുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എവിടെ കത്തി? ആത്മീകമായിട്ടുള്ള കത്തൽ. ജഡീകതയെ കൊല്ലുന്നതിനെയാണ് അവിടെ കത്തൽ എന്ന് പറയുന്നത്. എന്നിലുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ലോകത്തിന്റെ മോഹങ്ങൾ, ഇഷ്ടങ്ങൾ. പണ്ട് അന്യരും പരദേശിയുമായി ലോകത്ത് തന്നെ ദൈവമില്ലാതിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങളിൽ ആയിരുന്നു. അതിനെ മുഴുവൻ കത്തിക്കുകയാണ് അഗ്നിയാലുള്ള സ്നാനം. അതാണ് എന്നിൽ വന്നത്. അതോടുകൂടിയാണ് പിന്നത്തേതിലാണ് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിടുന്നത്. ഇത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവരെ നോക്കിക്കൊണ്ട് നാം എന്തു പറഞ്ഞാലും തീക്കട്ടെ നോക്കി പോകുന്ന ഒരു ഉറുമ്പിന്റെ അവസ്ഥ തന്നെയായിരിക്കും. അത് തന്നെയാണ് ഭൂമിയെയും ദൈവം ചെയ്യുന്നത്. ഭൂമി തീക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ദിവസം വരും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ആകാശം ചുട്ടഴിയാനും മൂലപദാർത്ഥം കത്തിപ്പോകാനെന്ന് പറഞ്ഞാൽ അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അത് അറിയില്ല. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിന്റെ വെളിപ്പാട് എന്തെന്ന് അവരിന്നും ആ അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മാവ് എന്നത് ദൈവമാകുന്നു. അത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വെളിപ്പാടാകുന്നു. അതിനാണ് നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കുക. ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനാണ് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദാനമാണ്, അർഹിക്കാത്ത കൃപയാണ് കർത്താവ് നമുക്ക് തന്നത്. അതിനെ നോക്കി പുച്ഛിച്ചിട്ട് അത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് നിൽക്കുന്ന നമ്മൾക്ക് ലോകം പറയുന്നു പിശാചുക്കൾ. യേശുവിന്റെ നാമം കൊണ്ട് വന്നിരിക്കുന്നു, അവൻ വേറെ പ്രസംഗിക്കുന്ന യേശുവേ ഈ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് പറയുന്ന ജനത്തിന്റെ മുമ്പിൽ ഇതേ നാമവുമായി പറയുമ്പോൾ, സഹോദര സഹോദരി, ഉള്ള സ്നേഹം കൂടെ കളയരുത്. ഇനി മേലെ ഈ ട്രാക്റ്റും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, ഈ കാര്യവും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്, പൊയ്ക്കോളൂ. നോക്കൂ, അവരുടെ ജീവനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അവരുടെ ജീവനാണ് ഈ കർത്താവ് യേശു ക്രിസ്തു നാമം.
അവരുടെ ജീവൻ കർത്താവ് എന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അവർക്ക് യോഗ്യതയില്ലാത്ത എന്നെ വിളിച്ചിട്ട് ക്രിസ്തുവിന് യോഗ്യതയുള്ള കാര്യത്തിൽ അവരുടെ പ്രാണനുമായി ഞാൻ പോകുമ്പോൾ അവരുടെ പ്രാണനെ തട്ടിക്കളയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. നോക്കൂ, നമ്മൾ ആർക്കും വിലയില്ല. ഒരു വ്യക്തിയും നമുക്ക് വിലയില്ല. കുടുംബക്കാർക്കും, നാട്ടുകാർക്കും, വീട്ടുകാർക്കും, ബന്ധുക്കൾക്കും, മക്കൾക്കും, സഹോദരങ്ങൾക്കും, ആർക്കും, സഭയിലുള്ള വ്യക്തികൾക്കും വിലയില്ല. പക്ഷെ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അതാ പൗലോസ് എന്നോട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. കാര്യം അവന്റെ ഉള്ളിൽ ഞാനാ വസിക്കുന്നത്. അവനെ ഉപദ്രവിക്കുമ്പോൾ അത് എന്നെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാക്റ്റുമായി പോകുന്നവർ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുമ്പോഴോ ഫോണിലൂടെ അറിയിക്കുമ്പോഴോ എന്താ ചെയ്യുന്നത്? അവരുടെ പ്രാണൻ കർത്താവ് മുന്നമേ എന്റെ ആത്മാവിലാക്കി വച്ചിരിക്കുന്നു. അത് നമ്മൾ പഠിച്ചത്. ആദ്യം ആത്മാവുണ്ടായിരുന്നു, ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ട്, ആത്മാവിൽ പ്രാണനാക്കി. ഈ പ്രാണൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ചിന്തയാണ്. ഇവിടെയാണ് നാം ഉണ്ടായിരുന്നത്. അവിടെ ആത്മാവുണ്ട്, ആത്മാവിൽ കർത്താവ് നമുക്ക് ശരീരം തന്നു. തിരികെ ഈ പ്രാണനിലേക്ക്, ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഈ പ്രാണനുമായി നമ്മൾക്ക് കർത്താവ് തന്ന ഈ പ്രാണനുമായാണ് നമ്മൾ സുവിശേഷം അറിയിക്കുന്നത്. അവരുടെ പ്രാണനാണ് കൊണ്ടോ. അവർക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട്. ഇനി നിത്യജീവനാണ് പ്രാപിക്കേണ്ടത്. ആ നിത്യജീവൻ എന്നതാണ് പ്രാണൻ. അത് ക്രിസ്തുവിലാണ്. പാപം ചെയ്ത ദേഹി മരിക്കുന്ന പോലെ അവർ ഏദൻ തോട്ടം മുതലുള്ള പാപസംബന്ധമായി മരിച്ച് ഈ മനുഷ്യർക്കെല്ലാം ആത്മാവുമുണ്ട്, ശരീരവുമുണ്ട്. ആ ശരീരത്തിലേക്കുള്ള പ്രാണനാണ് നമ്മൾ കൊണ്ടുപോകുന്ന കർത്താവായ യേശു ക്രിസ്തു നാമം, സുവിശേഷം. ഇത് എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. ഈ കോടിക്കണക്കിന് ജനത്തെക്കുറിച്ച് ഓർത്തിട്ട് യോഹന്നാൻ കരയാനിടയായതുപോലെ നമ്മുടെ ഹൃദയം തേങ്ങുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ അവൻ കരയാനുള്ള കാരണം എന്താ? മുദ്ര തുറപ്പാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവൻ യോഹന്നാൻ കരഞ്ഞത്. അവൻ അറിയാം, മുദ്ര തുറന്നില്ല എങ്കിൽ ഈ ജനമെല്ലാം നശിച്ചു പോകും. വലിയൊരു കൂട്ടം ജനം, നമ്മളെ സ്വന്തം അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ ഓർത്ത് നോക്കും. അപ്പോഴേ വേദന ഉണ്ടാവുള്ളൂ. ലോകത്തിറങ്ങുന്ന പറഞ്ഞ് നമുക്ക് ഒരു വേദന ഉണ്ടാവില്ല. സ്വന്തം കുഞ്ഞുങ്ങളും മരണത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കെ ഒരു തീക്കുണ്ടത്തിലേക്ക് നടന്നു പോകുന്നെങ്കിൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് നമ്മളുമായി ഒരു ബന്ധവുമില്ല. ആ കുഞ്ഞ് നമ്മളും സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഈ ലോകത്തെ ജനങ്ങളിൽ നശിച്ചു പോകുന്ന ഓർത്തിട്ട് എന്റെ വേണ്ടപ്പെട്ട നശിച്ചു എനിക്കൊരു ബന്ധവുമില്ലെങ്കിൽ ക്രിസ്തു എന്ന ആത്മാവുമായിട്ട് അല്ല പ്രാണനുമായിട്ട് എനിക്ക് ബന്ധമില്ല. ആത്മാവ് നമ്മളിലുണ്ട്. പ്രാണനകത്ത് വന്നാൽ പ്രാണൻ ചെയ്യുന്ന കാര്യമാണ് ഈ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നതല്ല. അപ്പോ തീയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ വലിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇന്ന് ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് നമ്മൾ സുവിശേഷം അറിയിക്കണം. അപ്പോൾ പുച്ഛമുണ്ടാവും, നിന്ദയുണ്ടാവും, പരിഹാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്വർഗത്തിൽ കർത്താവ് നമ്മുടെ പേരെഴുതിയിരിക്കുന്നതിനുണ്ടാവും. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ചില ദിവസം കുറച്ച് ദിവസം പോയിട്ട് പിന്നെ നമ്മൾ അതൊക്കെ ഇരിക്കും. അപ്പോ ഭൂമി തീക്കായി കാത്തു സൃഷ്ടിക്കുന്നു, എന്നെയും കത്തിച്ചു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മെ മുദ്രയിട്ടു, വീണ്ടെടുപ്പിൻ നാൾ വരെ. ഇതുപോലെ തന്നെയാണ് ഭൂമിയെ. അല്ലാതെ ഒരു ചൂട്ട് കത്തിച്ച് അടിയിൽ പിടിക്കുന്ന പോലെ കത്തിക്കുകയല്ല. അവർ അനിൽ കൊടുത്തോട്ടം പറയുന്നത് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. അതുപോലെ ഭൂമി കത്തിക്കാൻ വേണ്ടുന്ന ഇന്ധനമെല്ലാം കർത്താവ് തന്നെ ഭൂമിക്കടിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തീ പിടിപ്പിച്ചാൽ പോലെ ഇതെല്ലാം കത്തുക. അനിൽ കൊടുത്തത് മാത്രമല്ല, അനേകം പാസ്റ്റർമാർ പറയുന്നത് കത്തുന്ന ഗന്ധകം ഭൂമിയിൽ തന്നെ ഉണ്ട്. സൾഫർ ഉണ്ട്, ഓക്സിജൻ കത്താൻ സഹായിക്കും, എണ്ണ, ക്രൂഡ് ഓയിൽ എല്ലാം ഉണ്ട്. അത് കത്തിക്കൊള്ളും. പിന്നെ അദ്ദേഹം പറഞ്ഞതാ, ഈ മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു പടത്തിന് ഒരു ഇടങ്ങഴി യവം, ഒരു പടത്തിന് 3 ഇടങ്ങഴി ഗോതമ്പ്. ഇത് കേടുവരും എന്ന് പറഞ്ഞാൽ തീർന്നു പോകും. ഇതാ ഭക്ഷ്യക്ഷാമം ഉണ്ട്. അൽക്കൊടുത്തോട്ട് ഭയങ്കര പണ്ഡിതനാ. 10-12 വർഷം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനാ. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടില്ലേ, ആഹാരമൊക്കെ തീർന്നു പോകുന്നൊരു സമയം വരുമെന്ന്. ഇതാ വന്നത് കണ്ടോ, സൂക്ഷിക്കുമെന്ന്. എന്ത് വെളിപ്പാടാ! പിശാച് വന്ന് ദുഷ്ടതയുടെ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാരിലൂടെ പഠിപ്പിച്ച അതേ വിശ്വാസം ഇല്ലാത്ത സഭകളിൽ ദൈവത്തിന്റെ വെളിപ്പാടില്ലാതാകും. ഒരല്പം മാത്രമേ വെളിപ്പാടുണ്ടാവുള്ളൂ. അത് എവിടെയെങ്കിലും കർത്താവ് ഉപയോഗിക്കുന്ന സഭകളോ ജനങ്ങളോ ഉണ്ടാകും. അത് കഴിയുമ്പോൾ 4ാമത്തെ മുദ്ര വരുമ്പോൾ ഒരു കുതിര വരുന്നുണ്ട്. അവന് മരണമെന്ന് പേർ, പാതാളം അവന്റെ പിന്നിലുണ്ട്. അതായത് ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന ഇതുവരെ പഠിപ്പിച്ച തെറ്റായ ഉപദേശം കേട്ട് 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 വിശ്വസിച്ച് അവിടെ തന്നെ ഇരിക്കുന്ന ജനത്തെ വന്ന് ഉപദേശിക്കുന്നവന്റെ പേര് മരണമെന്ന. അവന്റെ ദുരുപദേശം കേട്ടാൽ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 പേരാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരുവന്റെ പേര് മാത്രമേ എന്ന് പറഞ്ഞാൽ അത് മരണത്തിനാണ്. അവൻ അങ്ങനെ വിശ്വസിക്കുന്നതിന് ഇടാനാണ് പാതാളം അവന്റെ പിന്നാലെ ഉണ്ട്. ഇതുപോലും അവർക്ക് വെളിപ്പെട്ടിട്ടില്ല.
ഒന്ന് ഓർത്ത് നോക്ക്, കർത്താവ് നമുക്ക് ഇതൊക്കെ വെളിപ്പെടുത്തി തരാൻ തക്കോളം എന്ത് യോഗ്യത നമുക്കുള്ളത്? ഒരു യോഗ്യതയില്ല. അത് കൂടെ കൂടെ കർത്താവിനോട് പറഞ്ഞ, യേശുവേ, ഓരോ കാര്യം വെളിപ്പെടുത്തി കിട്ടുമ്പോൾ എൻ്റെ കർത്താവേ, ഇതൊന്നും അറിയാൻ ഞാനൊരു യോഗ്യതയില്ലായിരുന്ന എന്നെ അങ്ങ് വിളിച്ചു ചേർത്തതിനാൽ നന്ദി, ഇത് ഗ്രഹിപ്പിച്ചതിനാൽ നന്ദി എന്ന് മാത്രമല്ല, ഇതിന്റെ ഫലം കായ്പാനും എന്നെ സഹായിക്കണം കർത്താവേ എന്ന് പറയുമ്പോഴാണ് ആ ക്രിസ്തുവിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം വരുന്നത്. കേട്ടത് കൊണ്ട്, ഗ്രഹിച്ചതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ടും കാര്യമില്ല. അറിയുന്നു എന്ന് പറയുന്നവൻ, എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്നവൻ കള്ളനാകുന്നു എന്നാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇത് ആ പഴയ ലോകത്തിന്റെ ഘടന വെള്ളത്തിന്റെ പ്രവാഹത്താൽ നശിപ്പിച്ചതുപോലെ നമ്മെയും വെള്ളത്തിന്റെ സഹായത്താൽ, അതായത് ജലസ്നാനത്താൽ നമ്മുടെ പാപ ശരീരത്തെ, റോമർ 6 വായിച്ചു നോക്കുക, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ വെള്ളത്താൽ കഴുകുക എന്ന് പറഞ്ഞാൽ ഈ പാപ ശരീരത്തെ യേശുക്രിസ്തുവിനോട് മരിച്ചതിനെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് ആ സ്നാനം. എന്താണ് അവിടെ നടക്കുന്നത്? അത് അതിലുണ്ടായിരുന്ന പാപത്തെയും അതിന്റെ സകലത്തെയും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അതിന്റെ ചട്ടക്കൂട് അവശേഷിച്ചിരിക്കുന്നു. എന്താ ചട്ടക്കൂട്? അതിന്റെ ഒരു അംശം എപ്പോഴും ഉണ്ടാകും. പൂർണ്ണമായിട്ട് അത് മാറിപ്പോകില്ല. എന്തിനാ വെച്ചിരിക്കുന്നത് അങ്ങനെ? കർത്താവ് സംസാരിച്ചിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ പാപശരീരം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അത് ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. പിന്നെ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ ഇവിടെ വീണ്ടും പറയുന്നു അത് പൂർണ്ണമായും മാറിപ്പോയിട്ടില്ല. ഒരു അംശം എപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഞാൻ തിന്മ ചെയ്തു പോകുന്നു. അത് വെച്ചിരിക്കുന്നതാണ് പരിശോധനയ്ക്കാണ്, വിജയം വരിക്കുന്നതിനാണ്. ഈ ദൈവിക വചനങ്ങളും വെളിപ്പാടുകളും എല്ലാം പറഞ്ഞു തന്നിട്ടും കർത്താവിന്റെ പദ്ധതിയാണ് ഏദൻ തോട്ടത്തിൽ പിശാചിനെ വെച്ചിരുന്നത്. ഹാബേൽ വരുന്നതിന് മുമ്പ് കായിനെ കൊണ്ടുവന്നത് തെറ്റിക്കാൻ തന്നെ. ഇസഹാക്ക് വരുന്നതിന് മുമ്പ് ഇസ്മായിലിനെ കൊണ്ടുവന്നത് തെറ്റിക്കാൻ തന്നെ. യേശു വരുന്നതിന് മുമ്പ് യൂദയെ വെച്ചിരുന്നത് തെറ്റിക്കാൻ തന്നെ. അപ്പോസ്തലപ്രവൃത്തി 4:12 കർത്താവ് യേശു ക്രിസ്തു നാമം മാത്രമെന്ന് പറയാൻ പത്രോസിനെ വെക്കുന്നതിന് മുമ്പ് ആ സഭയുടെ മഹാപുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ, മൂപ്പന്മാരെയും വെച്ചിരുന്നത്, പടനായകരെയും വെച്ചിരുന്നതും തെറ്റിക്കാൻ തന്നെ. ആ തെറ്റിക്കേണ്ടവനാണ് പറഞ്ഞത്, ഈ യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത്. അപ്പൊ തെറ്റിക്കാൻ നിർത്തിയിരിക്കുന്നവൻ പറയുന്നതാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന ഈ സഭകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയും കർത്താവ് വീണ്ടെടുത്ത പാപശരീരത്തിനുള്ളിൽ ഇത് വെച്ചിരിക്കുന്ന വെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങോട്ടൊരു ആകർഷണം ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ട്? യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നിലായാൽ നിങ്ങൾക്കും ലോകത്തെ ജയിക്കാൻ കഴിയും. ആ ജയമാണ് പാപബോധം ഉണ്ടാകുമ്പോൾ, യേശുവേ ഞാൻ തെറ്റിപ്പോയി, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന പശ്ചാത്താപത്തോട്, ഹൃദയനുറുക്കത്തോടു കൂടി കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ, അതാണ് ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മാവ് പ്രാപിച്ചുകൊള്ളുവിൻ. അവിടെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാണ്, വീണ്ടും ജനനം പ്രാപിച്ചവരോടാണ്. നിങ്ങൾ പാപം ചെയ്തു എങ്കിൽ, കണ്ടോ, വീണ്ടും ജനിച്ചവരും വാക്ക്, ചിന്ത, നോട്ടം, പ്രവൃത്തികൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മെ അവർ നോക്കി പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങിപ്പോവും. നീ അനുഭവിക്കും, നീ നരകത്തിൽ പോവും, നമ്മളിതെല്ലാം പറയും. പക്ഷെ യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ അവരോട് ക്ഷമിക്കണമേ. അതിന് ഉപരിയായിട്ട് ഞാൻ ചിന്തിച്ചത് തന്നെ പാപം. അവിടെ വീണുപോയി. നമ്മളെന്താ വലിയ പാപം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊലയും കൊള്ളയും പിടിച്ചു പറയും, മോഷണവും, അതാണ് പാപം. ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റ പാപമേ ഉള്ളൂ, ദൈവവചനത്തോടുള്ള അവിശ്വാസമാണ് ഒരേ ഒരു പാപം. ആ 2 ടൈപ്പ്, ഒന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും ഒന്ന് ക്ഷമിക്കപ്പെടുന്നതും, 2 തരത്തിലുള്ള പാപമേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരത്തിൽ അല്പമായി വെച്ചിരിക്കുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നതിനാണ്. ഇപ്പം മോശയുടെ പ്രബോധനം, മോശയെക്കുറിച്ചുള്ള പ്രബോധനം, ഇതിനകത്ത് മോശയുടെ പ്രതിമ ഉണ്ടാക്കുവാനായി ഒരുവൻ നിൽക്കുമ്പോൾ അവൻ ഒരു കല്ല് കൊത്തി 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 മോശയുടെ പ്രതിമ ഉണ്ടാക്കുമ്പോൾ അവൻ ആ പ്രതിമ പൂർത്തിയാക്കിയ ശേഷം ഈ ഉണ്ടാക്കിയവൻ വിചാരിച്ചു ഒറിജിനൽ മോശയാണ് നിൽക്കുന്നത് പറഞ്ഞ് ആ ചുറ്റിക കൊണ്ട് ഒരു അടി കൊടുത്തു. കാലിൽ കൊണ്ട് ശകലം കല്ലിങ്ങ് പൊട്ടിപ്പോയി. അപ്പോഴാണ് അവൻ അറിയുന്നത് ഇത് ജീവനില്ലാത്തതാണ്. പക്ഷേ ഇതിന് ജീവൻ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയാമോ? ഈ രൂപത്തെ ഇദ്ദേഹം കൊത്തുന്നതിന് മുമ്പ് ഈ മോശയുടെ പൂർണ്ണതായ ഒരു രൂപം ഇവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന രൂപത്തെയാണ് പുറത്ത് കല്ലിൽ കൊത്തിയെടുത്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ പാപക്കറ പിടിച്ച് സംഘടനാ സഭയിൽ എവിടെയോ കിടന്ന നമ്മെ
കഴുക്ക് പൂണ്ട കല്ലാകുന്ന നമ്മെ എടുത്തിട്ട് ക്രിസ്തു എന്ന അകത്തെ മനുഷ്യൻ നമ്മളെ ഒരു പൂർണ്ണത, വിശുദ്ധ വംശം, സ്വന്തം ജനം, രാജകീയ പുരോഹിത വർഗം എന്ന തരത്തിൽ കണ്ട ഒരു പ്രതിമ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള എന്നെ ദൈവത്തിന്റെ ഈ വചനത്താൽ, വെളിപ്പാടിനാൽ എന്നെ അടിച്ച് ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതിന്റെ ശുദ്ധീകരണമാണ് എനിക്ക് വേദന ഉളവാക്കുന്നത്. എനിക്ക് ലോകത്തിന്റെ ഇഷ്ടത്തോടാണ് മോഹവും താല്പര്യവുമെങ്കിലും ദൈവത്തിന്റെ വചനവും വെളിപ്പാട് എന്നിൽ വന്ന് അടിക്കുമ്പോൾ ഞാൻ ഓരോ തവണയും ശോഭയുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടിച്ച് എന്നെ പണിയുന്നവന്റെ മുഖം ഈ പ്രതിമയിൽ കാണണം. അതായത് ഞാനാകുന്ന എന്നിൽ ക്രിസ്തയേശുവിന്റെ ഭാവമുണ്ടാകണം, ക്രിസ്തുവിന്റെ പത്രമാകണം, ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. പിന്നെ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്നെ ഒരാൾ നോക്കിയില്ല, കണ്ടില്ല, മിണ്ടിയില്ല, സംസാരിച്ചില്ല, പരിഭവം പറഞ്ഞു, കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേദന ഉണ്ടാകും. അങ്ങനെ എനിക്ക് വേദന ഉണ്ടാകുന്നെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ക്രിസ്തു ഒരു മാതൃക വെച്ചു പോയി, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശു ഈ കാര്യങ്ങൾക്കല്ല വന്നത്. അതുകൊണ്ട് ഈ നമ്മെ പണിയുന്ന കർത്താവിന്റെ ഉള്ളിൽ പൂർണ്ണതായ നാം ഓരോരുത്തരുടെ ഒരു രൂപമകത്തുണ്ട്. ആ രൂപം ഉളവാക്കി കൊണ്ടുവരുന്നതിനാണ്, അപ്പോഴാണ് നാം ക്രിസ്തുവിൽ വചന മണവാട്ടിയാകുന്നത്. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കൂട്ടവകാശിയായി കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത് അപ്പോഴാണ്. അതിനു വേണ്ടുന്ന അടിക്കാണ് ഈ ശരീരത്തിൽ അല്പമെങ്കിലും പാപം വെച്ചത്. അത് പാപം വെച്ചതല്ല, ഏതൻ തോട്ടം വഴിയായി നമ്മൾ വന്നതാണ്. പൗലോസ് യഹൂദനാണ്. അവനും പറഞ്ഞു, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തിന്മ ചെയ്തു പോകുന്നു. അത് വെച്ചിരിക്കുന്നത് തന്നെയാണ്. എന്തിനാണ്? ഒരു വ്യക്തി ഇപ്പൊ പൗലോസിന് ശൂലം കൊടുത്തത് എന്താണ്? ദൈവ വചനത്തിന്റെ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. കാര്യം അവനറിയാം, 12 പേരെ വിളിച്ചിട്ട് ഒരുത്തൻ മരിച്ചുപോയി, ബാക്കി 11 പേരുണ്ടായിരുന്നു. ആ 11 പേർക്ക് ലഭിച്ചതിനേക്കാൾ ഏറിയ വെളിപ്പാട് അവനിലൂടെയാണ് കർത്താവ് നൽകിയത്. അത് നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം കൊടുത്തത്. അപ്പൊ എന്തായിരിക്കും? കർത്താവെ, ഒരു ബലഹീനത എപ്പോഴും ഉണ്ടാവും. ഇല്ലെങ്കിൽ അഹങ്കാരവും തന്റെയോണവും ഒക്കെ ഉണ്ടായിട്ട് നിഗളിച്ചു പോകും. നമ്മളെയൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ നടത്തിക്കൊണ്ട് പോകാതെ, ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും അധികം സമ്പന്നന്മാരല്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു വലിയൊരു കോടീശ്വരനും എല്ലാ സൗഭാഗ്യം തന്നാൽ നമ്മൾ നിഗളിച്ചു പോകും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂലം അത് പിന്നെ തരും. ഇപ്പൊ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടല്ല, ദൈവനാമം മഹത്വത്തിന് അത്രയെന്ന് പറഞ്ഞതുപോലെ നമുക്കും ദൈവം എന്തെങ്കിലും ഒരു ബലഹീനത വെച്ചിട്ടുണ്ട്. നിഗളിച്ചു പോകാതിരിക്കാൻ അതിനെ നോക്കിക്കൊണ്ട് പെറുപിറുക്കുകയല്ല വേണ്ടത്. ഇതിനേക്കാൾ ഏറിയ കുരുകിലിനേക്കാൾ എത്രയോ സൗഭാഗ്യമായി കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു വെളിപ്പാട് ലഭിക്കാൻ തന്നെ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചില്ലേ? ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെക്കാൾ സ്പീഡിൽ ഓടിപ്പോകുന്ന ആയിരക്കണക്കിന് ജനത്തെ നമ്മൾ കണ്ടിട്ടല്ലേ വന്നത്. അവരെവിടേക്ക് പോകുന്നു? മരണത്തിലേക്ക് പോകുന്നു. 3 എന്ന് പഠിപ്പിക്കുന്നു. 3 ചേർന്ന് 1 ശീതോഷ്ണവാനായി കഴിഞ്ഞു. ഈ എളിയ കൂട്ടരായ നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഓക്കെ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നീതീകരണത്തെ പോലെ അത് നിങ്ങളുടെ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും ചിന്തിക്കുന്നത് പോലെ നീതീകരണം എന്ന് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യാതിരിക്കുമ്പോഴാണ് നീതീകരണം എന്ന. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാൻ നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർ ചെയ്യാത്തത് എന്താ? ദൈവവചന ലംഘനമായി പോകും, നീതീകരിക്കപ്പെടില്ല, കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവർ ചെയ്യാതിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളാകാതെ ക്രൂശിന്റെ വചനത്തോട് ചേർന്ന് പോകുന്നവർ. അതവർക്ക് അറിയില്ല. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, ഈ താലത്ത് കൊണ്ടൊന്ന് കുഴിച്ചിടുവാനുള്ളതല്ല, കുഴിച്ചിട്ടാൽ കർത്താവ് ദുഷ്ടദാസനെ എന്ന് വിളിക്കും. ഇതാ നമ്മളൊന്നുകൂടെ പാടിയത്. കാവൽക്കാര രാത്രി എന്തായി? ഈ കാലത്തിലേക്ക് വേണ്ടി കർത്താവ് ഒരു കാവൽക്കാരൻ നിർത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ എളിയ മനുഷ്യനിലൂടെ പൗലോസിനെ 1ാമത്തെ സഭാകാലത്ത് നിർത്തി. ആ പൗലോസിലൂടെ തന്നതാണ് ആ കാലത്ത് ജനം വിശ്വസിക്കേണ്ടത്. എന്നാൽ ഈ 2000 വർഷം കൊണ്ട് അതിൽ നിന്ന് പുറത്തുപോയ ജനത്തിന്റെ ഇടയിലേക്ക് ഓരോ കാലത്തിലും കർത്താവ് ഓരോരുത്തരെ വിളിച്ച് ഓരോ കാവൽക്കാരെ ആക്കി. കർത്താവ് ആ വ്യക്തിയിലൂടെ നൽകുന്നത് ആ വ്യക്തി ലോകത്തോട് വിളിച്ചു പറയും. ഇന്ന് ഒരു വ്യക്തിയെ 12 അപ്പോസ്തലന്മാർക്ക് ശേഷം കർത്താവ് തിരഞ്ഞെടുക്കേണ്ട കാര്യം എന്താണ്? 2000 വർഷം കൊണ്ട് അപ്പോസ്തലന്മാരായ അപ്പന്മാർ നമുക്ക് നൽകിയ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരിലേക്ക്, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ വിശ്വാസവും സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ അപ്പത്തുറക്കിലേക്ക് മടങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ പോലെ ഒരു മനുഷ്യനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മളിൽ പലരെ ഉപയോഗിക്കുന്നതും നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിലെ കാവൽക്കാരാണ് നമ്മള്.
അതാണ് അവർ നശിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് നമുക്ക് വിഷമമില്ലേ? ഇത് അറിയിച്ചിട്ട് ആ വചനം വായിച്ചു നോക്കണം. യെശയ്യാ പ്രവാചകൻ, കാവൽക്കാര രാത്രി എന്തായി? കർത്താവ് തന്റെ ഇഷ്ടം നമ്മോട് അറിയിച്ചിട്ട് ആ ജനത്തോട് പോയി ചെന്ന് പറയാതെ ആ ജനം നശിച്ചു പോയാൽ അവരുടെ രക്തത്തിന്റെ വില എന്നോട് ചോദിക്കുമെന്ന. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ സ്വന്തക്കാരെ, വീട്ടുകാര്, ബന്ധുക്കളെ, ഞാൻ വരുന്ന വഴിയിൽ നാട്ടിലുള്ളവര്, ഇവരെല്ലാം ജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ട്, അതായത് അവർ ന്യായവിധിക്കുമ്പോൾ സത്യം അറിയണം. എന്നിട്ടോ നമ്മൾ ഈ കാര്യം പോയി ചെന്ന് പറഞ്ഞിട്ട്, നമ്മളാണ് കാവൽക്കാരെന്നുള്ള ബോധം എന്നെ അകത്ത് ആത്മാവാണ് ഉണർത്തുന്നത്, ആത്മാവാണ് വഴി നിർത്തുന്നത്. നമ്മൾ ചെന്ന് പറഞ്ഞു കേട്ടിട്ടും അവരനുസരിക്കാതെ അവർ മരണപ്പെട്ടു പോയാൽ അവരുടെ രക്തത്തിന്റെ വില അവരോടൊപ്പം തന്നെ നിൽക്കും, നമ്മളൊപ്പം വരില്ല. ഇല്ലെങ്കിൽ ഞാൻ അതിന് മറുപടി പറയണം. അതുകൊണ്ട് ഈ കാലത്തെ കാവൽക്കാർ, ഈ നമ്മുടെ ദേശത്തിന്റെ കാവൽക്കാർ നമ്മളാണ്. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി. ദേശത്തിന്റെ കാവൽക്കാരാ. ഇതൊന്നും അറിയാതെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. ആരോ എഴുതി വെച്ചു, ആർക്കോ വേണ്ടി പാടി, ഞാനും പാടുന്നു. എന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദേശത്തിന്റെ, എന്നെ കർത്താവാക്കിയിരിക്കുന്ന ദേശം കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ആ ദേശത്തിന്റെ കാവൽക്കാരൻ ഞാനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ദേശത്ത് വേറെ ഏതെങ്കിലും ഇതുപോലെ വെളിപ്പാടിൽ വിശ്വസിക്കുന്നവരുണ്ടോ? ആ ജനത്തിന്റെ ജീവൻ, പ്രാണൻ എന്റെ കയ്യിലെ തന്നിരിക്കുന്നത്. ദേശത്തിന്റെ കാവൽക്കാര രാത്രി എന്തായി? എന്താ രാത്രി എന്ന് പറഞ്ഞാ? ഇപ്പോൾ കറുത്ത കുതിര, വെള്ളക്കുതിര, ചുവപ്പ് കുതിര, കറുത്ത കുതിര, ലാസ്റ്റ് ഏതൊന്നും അറിയാതെ. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് വെളിപ്പാട്, വെളിച്ചം. ആ വെളിച്ചം നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കുമ്പോൾ ഈ രാത്രി കഴിഞ്ഞാൽ അടുത്തെന്താ വരാൻ പോകുന്നത്? പ്രഭാതം. വന്നിടും പ്രഭാതം ഒന്നതിൽ, അന്നു വന്നുദിക്കും സൂര്യനായി. അതാണ് കർത്താവ് യേശു ക്രിസ്തു. അന്നു തന്റെ വിശുദ്ധർ നമ്മൾ നിത്യതയിലെത്തും, നിത്യകാലം വാഴും മോദമായി. വെറുതെ എഴുതി വെച്ചിരിക്കുന്നു, വെറുതെ പാടുന്നു. ആ പൂർത്തീകരണം വരണമെങ്കിൽ കർത്താവ് എന്റെ മേൽ, ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് കർത്താവ് എന്റെ മേൽ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കുന്നുവെങ്കിൽ കർത്താവ് വിശ്വസ്തനെന്നെണ്ണം. ഇല്ലെങ്കിലോ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു യോഗ്യതയില്ലാത്ത ജനത്തെ വിളിച്ചിട്ട് കർത്താവ് അവരെ കൊണ്ടുപോകുന്ന ചരിത്രമാണ് ഈ ബൈബിളിൽ. പരീശന്മാര്, ശാസ്ത്രിമാര്, സന്നദ്ധ സംഘം, സദൂക്കർ, പടനായരും എല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് തന്നെ വന്ന യേശു ക്രിസ്തു അവരുടെ ഇടയിൽ തന്നെ സംസാരിച്ചിട്ട് അവർ പറഞ്ഞു, നീ എന്ത് അധികാരം കൊണ്ടെന്ന് പറയുന്നു? കർത്താവ് തിരിഞ്ഞ് ജാതികളുടെ ഇടയിലേക്ക് പോയത് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. ആ ന്യായമാനായ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി ഇഷ്ടപ്പെടുത്തിയില്ല. കിണറ്റിലെ സ്ത്രീയോട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല. കല്ലറയും കൊണ്ട് സ്ത്രീയോട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല. നോക്കൂ, പാപിയെ കുറ്റം വിധിച്ച് തുറുങ്കിലടക്കാനല്ല യേശു വന്നത്, പാപിയെ മോചിപ്പിക്കാനാണ് യേശു വന്നതെന്നതിന്റെ തെളിവാണ് ഈ പാപികളായ ജനത്തിന്റെ ഇടയിലേക്ക് കർത്താവ് ചെന്നിട്ട് ഒരുവനെ പോലും ശിക്ഷ വിധിക്കാത്തത്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊള്ളണം. നീ എന്ത് ചെയ്യുന്നു? ഒരു ഒറ്റ ചോദ്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നമ്മുടെ പാപത്തെ കുറിച്ച് പറയുന്നത് ഒരു കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിൽ കുറച്ച് എന്തെളിഞ്ഞിരിക്കും, ഒന്നും ചെയ്യില്ല. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതാ. ചിന്തകൾ പോലും ശാപത്തിൻ്റെതാ. ഈ നാമം തള്ളിക്കളയുന്നത് മരണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദേശത്തിന്റെ കാവൽക്കാരാ, ലോകത്തിന്റെ കാവലെന്നല്ല, ദേശത്തിന്റെ കാവൽക്കാരാ രാത്രി എന്തായി? അതായത് കർത്താവ് വരേണ്ട സമയമായി, പാതിരാത്രിയായി, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതെപ്പോഴാണ്? അത് പകലുമല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ. ആരറിയും? എപ്പോൾ അറിയും? യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അപ്പൊ യഹോവ, അതായത് മണവാളൻ അറിയുന്നുവെങ്കിൽ അത് ആരറിഞ്ഞിരിക്കും? മണവാളൻ തല, മണവാട്ടിയെ ശരീരം ബന്ധിപ്പിക്കുന്നത് ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവ്. ദൈവവുമായി തന്റെ സഭയാകുന്ന നമ്മെ ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ. ഈ പരിശുദ്ധാത്മാവ് പൂർണ്ണനാകുവാനാ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെടാൻ തന്നിരിക്കുന്നത്. അല്ലാതെയുള്ള ഈ സംഘടനാ സഭയിലിരിക്കുന്ന ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിനാൽ, ലഭിച്ചു എന്ന് അവർ പറയുന്നുവെങ്കിൽ ഈ വെളിപ്പാടുണ്ടാകുമായിരുന്നു, അവർക്ക് ദൈവമെന്ന തലയുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ തല തരുന്ന നിർദ്ദേശം, അതാ യേശു പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ പിതാമത്രയെ വെളിപ്പെടുത്തുന്നത് ജഡരക്തമല്ല. വെറുതെ നീ ഒരു ദൈവസഭയല്ല, നീ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവവുമായിട്ടൊരു ഏകാത്മാവിനെ വന്നിരിക്കുന്നു. ആ കർത്താവ് സംസാരിച്ച് നിനക്ക് കേൾക്കുവാനിടയായത് ദൈവത്തിന് മഹത്വം കൊടുക്കണം.
അതുപോലെ ദേശത്തിന്റെ കാവൽക്കാരെ നമ്മെ ആക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞില്ലെങ്കിൽ നമ്മെ വിശ്വസ്തനെന്ന് എണ്ണിയ കർത്താവ് ദുഃഖിക്കുകയല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ചു. ഞാൻ ഈ രവി പറഞ്ഞ വിശ്വസിച്ച ഒരു കാര്യം അവരടുത്ത് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം വേറൊരു വഴിക്ക് പോയെങ്കിൽ നിനവേലേക്ക് പോയാൽ മറ്റവനെ പോലെ ഇരിക്കും, യോനെ പോലെ ഇരിക്കും. നോക്കൂ, കർത്താവ് എങ്ങനെയായാലും അത് വിടുവിക്കും നമ്മളെ. അല്ലെങ്കിൽ കർത്താവ് മറ്റൊരുവനെടുത്തെങ്കിലും കർത്താവിന്റെ പ്രവൃത്തി പൂർത്തിയാക്കും. അറിയണ്ട, തന്റെ ഈ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും അവശേഷിക്കില്ലെന്ന അത്രത്തോളം പാപം നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, നീതീകരണത്തെ പോലെ അത് നിങ്ങൾ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് അവർ ചിന്തിക്കുന്നത് ഈ വിശ്വാസ സ്ഥാനം സ്വീകരിച്ചാൽ നീതീകരണം പോലെ ലഭിക്കില്ല എന്നാണ്. അതുകൊണ്ട് അധികം കാര്യങ്ങൾ അവർ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അപ്പോൾ വിശ്വാസ സ്ഥാനം സ്വീകരിച്ച് എന്ത് ചെയ്യണം? സഭ മാറണം, അവരുടെ പുരോഹിതനെ വിടണം. അപ്പോൾ ലോകത്തിന്റെ ജനങ്ങളെ, സ്വന്തക്കാർ, ബന്ധുക്കാർ വിടും, സൗഭാഗ്യം വിടും, പേര് വിടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒന്നും ലഭിക്കില്ല എന്ന് കരുതിയിട്ട് അതൊക്കെ എന്താണ്? ഭക്തി, ജീവന കാര്യങ്ങളാണ്. ജീവനും ഭക്തിക്കും വേണ്ടി ഇപ്പുറത്തുള്ളത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അന്ത്യനാളിൽ രണ്ടും കൂടെ കൊയ്ത്തോളം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഈ സഭകളിൽ നിന്ന് ദൈവത്തിന്റെ ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അപ്പോഴോ ഈ നമ്മളെടുത്ത സഭയിലുള്ള അവരെന്തായി? കളകളാണ്. അത് തീക്കായി കൂട്ടിക്കെട്ടിരിക്കുകയാണ് ഈ വെളിപ്പാടില്ലാത്തതിനാൽ. അതുകൊണ്ടാണ് അവർക്ക് നേരെ ലൗകിക കാര്യങ്ങളിൽ ചുറ്റിത്തിരിയുന്നത്. അവർ മുടികൾ കത്തിരിക്കുന്നത്, മുടികളിൽ നിറങ്ങൾ പിടിക്കുന്നത്, നിക്കറുകൾ ധരിക്കുന്നത്. നിക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ സാധാരണഗതിയിൽ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയാണ്, അതാത് ദേശത്തിന്റെ രീതികൾ അനുസരിച്ചിട്ട് യോഗ്യമാവണ്ണം വസ്ത്രം ധരിപ്പിന് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന തരത്തിലോ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചിട്ട് മറ്റുള്ളവരെ ആകർഷിക്കണം എന്ന തരത്തിൽ എന്ത് ചെയ്തിരുന്നാലും അവർ ആരുമായിട്ട് ബന്ധമില്ല, ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല. മുടി മുറിക്കുന്നതിനെ കുറിച്ച് നോക്കും. നിങ്ങൾക്ക് ലൗകിക കാര്യങ്ങൾ ചുറ്റിപ്പറ്റുന്ന അവർ മുടികൾ കത്തിരിക്കുന്നു. ഈ ക്രിസ്തീയ വിശ്വാസികൾ നോക്കും, ബോവിയിലൊക്കെ നടക്കുന്നു, പുരുഷന്മാരെ പോലെ നടക്കുന്നു. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത ഏറ്റവും മഹത്തരമായതാണ് തലമുടി. അതുകൊണ്ടാണ് യേശുവിന്റെ പാദം കഴുകി, കണ്ണുനീർ കൊണ്ട് പാദം കഴുകിയിട്ട് തലമുടി കൊണ്ട് തുവർത്തിയത്. ദൈവം അവൾക്ക് കൊടുത്ത, അവൾ തിരികെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ലതാണ് അവളുടെ തലമുടി. അതുകൊണ്ടാണ് മുടി നീട്ടി വളർത്തിയാൽ അത് മൂടുപടത്തിന് പകരം പുറത്തു നിന്നുള്ള ഒരു യാന്ത്രികമായ ഒരു തുണിയെടുത്ത് ഇടുന്നതിലല്ല, ദൈവം കൊടുത്ത മഹത്വമാണ് അവൾക്ക് തലമുടി. അത് മൂടുപടത്തിന് പകരം. അപ്പോൾ തലമുടി മുറിക്കാൻ പാടില്ല. ആകർഷിക്കുന്നതിന് പലതരം കളർ, അതായത് സ്വാഭാവിക നിറം ഇപ്പൊ എന്റെ തലമുടി കറുപ്പാണെങ്കിൽ കറുപ്പിന് കുഴപ്പമില്ല. ഒരു പല്ല് ഇളകിപ്പോയി, ഒരു പല്ല് വയ്ക്കുന്ന കുഴപ്പമില്ല. പക്ഷെ സ്വർണ്ണ പല്ല് വെച്ച് മറ്റുള്ളവരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അത് വശീകരണാത്മാവ്. പലതരം കളർ അടിച്ച് നടക്കുന്നു, കണ്ടിട്ടില്ലേ? ലോക ഫുട്ബോൾ കളിയൊക്കെ വരുന്ന സമയത്ത് ഇത് മുഴുവൻ വ്യഭിചാരത്തിന്റെ ആത്മാവാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ദൈവം ഇരിക്കെ ആ ക്രിസ്തു പറഞ്ഞത് കേൾക്കാതെ മറ്റൊരു എതിർ ക്രിസ്തുവിന്റെ ഉപദേശം കേൾക്കുന്നവൻ വ്യഭിചാരിണികളായുള്ളവരെ എല്ലാവരെയും വീണു പോയതായിട്ട് കാണും. എവിടെ ഇരിക്കും? സഭയിൽ തന്നെ ഇരിക്കും. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ സിറ്റിയിലൊക്കെ ഇറങ്ങി നടക്കുക, ഈ അര വസ്ത്രമായിട്ട് നടക്കുന്ന, മിഴിയിട്ട് നടക്കുന്ന വലിയ ധരിച്ച സ്ത്രീകളും ഈ മറ്റുള്ളതെല്ലാം. എന്നാൽ ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടിയോ ഒരു മുസ്ലിം പെൺകുട്ടിയോ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്തവർ നടക്കും. മുടിയൊക്കെ നീളത്തിനിട്ട് നല്ല രീതിയിൽ നടക്കും. കൊച്ചുകുട്ടികൾ വലുതായാലും അച്ഛനമ്മമാർ കൊണ്ടുപോകും, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റേ ക്രിസ്ത്യാനിയാകുമ്പോൾ എന്റെ മോൾ ഇങ്ങനെയൊക്കെയാണ്, ലോകം കാണട്ടെ എന്ന് പറഞ്ഞ മക്കളെ അമ്മമാരൊരിക്കും അച്ഛന്മാരൊരിക്കും ബന്ധുക്കൾ കൊണ്ട് കിടക്കുന്നത്. ഇതെല്ലാം വശീകരണത്തിന്റെ ആത്മാവിലേക്ക് വരും. ആ കുട്ടികളോട് കർത്താവ് ചോദിക്കില്ല. 18 വയസ്സ് വരെ അമ്മയോടും അച്ഛനോടും ചോദിക്കും. അത് കഴിയുമ്പോൾ അവർ സ്വതന്ത്രരാണ്, പിന്നെ അവരോട് ചോദിക്കും. ഓക്കെ, നോക്കൂ, ഇതുവരെയും അവിടെ യാതൊന്നും അവരുടെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് കാണുന്നു. നിങ്ങൾക്ക് പിന്നിലേക്ക് നോക്കിയാൽ അത് എന്താണ്? അത് തെറ്റാണെന്ന് കാണാൻ കഴിയും. പിന്നിലേക്ക് നോക്കിയാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ദൈവസഭയിൽ വന്നിരുന്നിട്ട് ഇതെല്ലാം കാണിക്കുന്നത് കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ആരാലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് വരുന്നത് തന്റെ സ്വഭാവ ഗുണമുള്ള ഗുണഗണങ്ങൾ ഉള്ളവരെ ചേർക്കാനാണ് വരുന്നത്. ഈ ഗുണഗണം ഒരിക്കലും നമുക്കുള്ളതല്ല, ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ. നമുക്ക് ഒരു പിതാവിന്റെ ഗുണങ്ങളുണ്ട്, പുത്രത്വത്തിന്റെ ഗുണഗണങ്ങളുണ്ട്, ഒരു മകന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ഗുണഗണങ്ങളുണ്ട്. ദൈവത്തിന്റെ ഗുണഗണങ്ങൾ നമ്മളിൽ വരണം. കണ്ണടയ്ക്കാം. ആ ഗുണഗണം നമുക്ക് നൽകുന്നതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ ആക്കിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ ആത്മീകമായി വഴി നടത്തേണ്ടത്. ആത്മീകമായ വചനത്തെ
ആക്ഷരികമായുള്ള ആത്മീകമായ വെളിപ്പാടിനെ ആക്ഷരികമായ വചനത്തിൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് കർത്താവ് നമുക്ക് വചനം എഴുതി തന്നിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനമാണ്. ഇത് വായിച്ചാൽ സ്വർഗത്ത് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നുവരെ വായിച്ചു. ഈ വചനം പഠിച്ച് പ്രസംഗിക്കുന്നവരുടെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ കാലത്തികവിൽ, അതായത് കാലം തികഞ്ഞു, നമ്മളെ വിളിച്ചാൽ ഇനി കർത്താവിന് പ്രയോജനം ചെയ്യും എന്ന് കർത്താവ് കണ്ട നിമിഷമാണ് കാലത്തികവിൽ. കർത്താവ് നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതുവരെയും നമ്മൾ വായിച്ചും ധ്യാനിച്ചും പലവട്ടം മത്സരിച്ച് വായിച്ചിട്ടുള്ള ദൈവവചനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവിക വെളിപ്പാട് കർത്താവ് തന്നെ ഹൃദയക്കണ്ണ് തുറന്നു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ലോകത്ത് തന്നെ അന്യരും പരദേശിയും ദൈവമില്ലാത്ത വ്യക്തിയുമായിരുന്നു. ഇന്ന് കർത്താവ് എന്നെ വിളിച്ചാക്കിയിട്ട് എന്നോട് ചോദിക്കുന്നു, കാവൽക്കാരാ, രാത്രി എന്തായി? ഈ ദേശത്തോട് അറിയിക്കാൻ നമ്മൾ ഇത്രയും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരും ഈ ഓൺലൈനിൽ കേൾക്കുന്നവരും ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ വെറുതെ ഒരു പോൾ രാജിന്റെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നും ക്രിസ്തുവിന്റെ വെളിപ്പാടിന് പുറത്താണ്. ഈ കാലത്ത് കർത്താവിന് സംസാരിക്കുവാൻ വേണ്ടി കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതാണ്. മുൻപ് ഒരു വ്യക്തിയുടെ കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ വചനമാണ് ഇവിടെ എടുക്കുന്നത്. കാവൽക്കാരാ, രാത്രി എന്തായി? ഇത് കർത്താവ് ചോദിക്കുന്നതാണ്. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ പോയി പറഞ്ഞില്ല എങ്കിൽ അവരുടെ രക്തത്തിന്റെ വില എന്നോട് ചോദിക്കുമ്പോൾ തന്നെ എപ്പോഴാണ്? ന്യായവിധി നാളില്ല. അപ്പോൾ ഒന്നാമത്തെ ഗണത്തിൽ പോകില്ല എന്ന് ഉറപ്പായി. കരുണയുള്ള കർത്താവേ, നാം അറിയാതിരിക്കാൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതൊരു വെറും വാക്കുകൊണ്ട് പറയേണ്ടതല്ല. കർത്താവ് എന്നെ സ്നേഹിച്ച മഹാസ്നേഹമാണ്. നമ്മൾ തന്നെ ചിന്തിക്കുക. നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കുഞ്ഞ് ആരായാലും എന്റെ പ്രാണൻ കൊടുക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ എനിക്ക് പകരമായി മറ്റൊരു വ്യക്തിയെ എന്റെ മുമ്പിൽ വെച്ച് ഇഞ്ചിഞ്ചായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് നിലവിളിച്ച് കൈയും കാലും കെട്ടിയിട്ട് ഉപദ്രവിക്കുമ്പോൾ, എനിക്കൊന്ന് സഹായിക്കാൻ കഴിയാതെ എന്നെയും കെട്ടിയിട്ടിരിക്കുമ്പോൾ, ആ വ്യക്തിയെ ഉപദ്രവിക്കുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുന്നത് എന്തോർത്തിട്ടായിരിക്കും? നീ എന്നെ ഉപദ്രവിച്ചു, അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല, ഞാനല്ലേ ചെയ്തത് എന്ന് എന്റെ പ്രാണൻ തുടിക്കുന്നത് പോലെ കർത്താവ് എന്നെ ഓർത്തിട്ട് പ്രാണൻ തുടിച്ചിട്ടാണ് ആ ശരീരം ഉഴവ് ചാലുപോലെ കീറി മുറിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമാണ് ക്രൂശിലെ മരണം. മണിക്കൂറുകളോളം അടിയേറ്റത്, പീഡയേറ്റത്, ഉഴവ് ചാലുപോലെ കീറി മുറിക്കപ്പെട്ടത്, രക്തം വാർന്നൊഴുകിയത്, ഉറക്ക നിലവിളിയോടും ആ ഭയയായ ജനയോടും ഞാൻ വിളിക്കാതിരിക്കാൻ, ഞാൻ കരയാതിരിക്കാൻ, ഞാൻ രക്തം ചിന്താതിരിക്കാൻ, ഞാൻ മരണത്തിൽ പോകാതിരിക്കാൻ, എന്റെ കണ്ണ് നിറയാതിരിക്കാൻ കർത്താവ് എന്നെ തന്റെ ഉള്ളിലാക്കിക്കൊണ്ട് എനിക്ക് പകരമായി ഒരിക്കലായി എന്നേക്കുമായി ഏറ്റ ക്രൂശിലെ പീഡയൊന്ന് ഓർത്താൽ, നാം ആ ശരീരത്തിന്റെയോ ആത്മാവിന്റെയോ പ്രാണന്റെയോ ഭാഗമാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ആത്മാവിനെ തന്നെ എന്നിലാക്കി വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കും. കർത്താവെ, എനിക്ക് ഇങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷെ ഇന്ന് കർത്താവ് എന്നെ ഈ വഴിക്കാണല്ലോ നടത്തുന്നത്. നന്ദി കർത്താവെ, ഞാൻ എന്നെ തന്നെ വിട്ടു തന്നിരിക്കുന്നു. ഇതാ മറിയ പറഞ്ഞതുപോലെ, ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ഒരു വിവാഹം കഴിയാത്ത സ്ത്രീ കുഞ്ഞുണ്ടായാൽ വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. മൃഗങ്ങൾ കടിച്ചു കീർത്തിനും ഇഞ്ചിഞ്ചായി മരിക്കും. കുടുംബത്തിലുള്ളവർ കല്ലെറിഞ്ഞു കൊല്ലും. ബന്ധുമിത്രാദികളെ കൊണ്ട് കളയും, ഉപേക്ഷിക്കും, കല്ലെറിഞ്ഞു കൊല്ലും. ഈ ലോകത്തിന്റെ ജീവനെ അല്ല അവൾ കാക്ഷിച്ചതെന്ന ഉത്തമ ഉദാഹരണമാണ്. ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ എത്ര പേർ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയില്ല എങ്കിലും അതല്ല വലുത്, എന്റെ കർത്താവിന്റെ ആത്മാവ് തുടിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അതാ യേശു പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കാമോ? നിങ്ങൾ പോകാമെന്ന് പറയണ്ട, ട്രാക്ട് കൊടുക്കാമെന്ന് പറയണ്ട, സുവിശേഷം അറിയിക്കാമെന്ന് പറയണ്ട. മറിയ പറഞ്ഞതോ, ഇതാ അങ്ങയുടെ ദാസി, അതാ കർത്താവെ ഞാൻ അങ്ങയെ സമർപ്പിക്കുന്നു. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടത്തിനായി എന്നെ ഉപയോഗിച്ചു കൊള്ളണമേ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് അടുത്ത കർത്താവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ പറയും, അത് ഇതല്ല സമയം, പിന്നീടാണ്, അത് വേറൊരു സമയമാണ്, അല്ലെങ്കിൽ യേശു വന്ന് പറഞ്ഞില്ലല്ലോ. നോക്കൂ, നിങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ ഈ സുവിശേഷം അറിയാൻ തക്കവണ്ണ പലരും നിങ്ങളുടെ അടുക്കിലൂടെ കടന്നു പോകും. രോഗികളും കടന്നു പോകും. അവിടെ മേൽ കൈവച്ചാൽ യേശു സൗഖ്യമാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതുമില്ല, ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ആത്മാവെന്ത്, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് അറിഞ്ഞിരിക്കുന്നത്?
അപ്പോൾ സാഹചര്യത്തിൽ കർത്താവ് തന്നെ ഇറങ്ങി വരണമെന്നല്ല, നിങ്ങളുടെ ബുദ്ധി പറയുന്നത് കേൾക്കരുത്. ദൈവ ഇഷ്ടമാണ് ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ. ഉപയോഗിക്കുന്ന സമയത്ത് ബുദ്ധി അബലമാക്കി പുറകിലോട്ട് പിടിക്കരുത്, അതിനെ ശാസിക്കുക എത്ര വേണ്ടത്. ഈ ലോകത്ത് നമ്മുടെ ജീവിതം ഇനി താൽക്കാലികം, നിത്യതയിൽ വാഴുന്നത് ക്രിസ്തുവിനോട് കൂടെയാണ്. അത് ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. കരുണയുള്ള കർത്താവേ, അങ്ങ് നമുക്ക് വിളമ്പി തന്നിരിക്കുന്ന ഈ വചനം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലും കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ വചനമറിയാം, ബുദ്ധിയിൽ പഠിക്കുന്നു, എന്നാൽ അതിന്റെ വെളിപ്പാട് കർത്താവ് എന്നാൽ പിതാവ്, പുത്രൻ എന്നാൽ യേശു, പരിശുദ്ധ ക്രിസ്തു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്ന് വ്യക്തികളാണെന്ന് പറയുകയും പിശാച് പിന്നെ അതിനെ തെറ്റിക്കാൻ മൂന്നും ചേർന്ന് ഒന്നെന്ന് പറയുകയും, എന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ പിശാച് പിന്നെ ഇവരുടെ ബുദ്ധിയിൽ പറഞ്ഞ് മൂന്നാക്കുന്നു. നോക്കൂ, അവിശ്വാസി ബൈബിൾ വായിച്ചാലും വിശ്വാസി ബൈബിൾ വായിച്ചാലും ഇത് മൂന്ന് എങ്കിൽ പരിശുദ്ധാത്മാവിന് നൽകിയത് തമ്മിലുള്ള വ്യത്യാസം എന്താകും? അതെ, കർത്താവിന്റെ ആത്മാവ് പറയുന്നു, പിശാച് പോലും പേടിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു ദൈവം ഏകനെന്ന്. ആ ദൈവം എന്ന കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ പാപത്തിൽ നിന്ന് പോലും രക്ഷിക്കപ്പെടുകയുള്ളൂ. അവന് പിന്നെ സഭയുടെ ആ രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്നത്. അപ്പൊ യേശു തന്നെയാണ് സൃഷ്ടികർത്താവ് എന്ന് വിശ്വസിക്കുന്നവനാണ് പാപമോചന സ്നാനം കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുവാൻ. അപ്പോഴാണ് അവൻ പിടികിട്ടുന്നത്, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ ഈ വെളിപ്പാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. അല്ലാതെ ഉള്ളത് മുഴുവൻ പാതാള ഗോപുരം ജയിക്കുന്ന സഭകളാണ്. കരുണയുള്ള കർത്താവെ, അങ്ങ് നമ്മെ വിളിച്ച്, നാം അങ്ങ് അറിയാതിരിക്കാൻ അങ്ങ് നമ്മൾ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അറിഞ്ഞ ദൈവിക സത്യങ്ങൾ കൊണ്ട് കുഴിച്ചിടുവാനുള്ളതല്ല, കുഴിച്ചിടുന്നെങ്കിൽ ദുഷ്ടദാസനെ എന്ന് വിളിക്കും. അത് വിനിമയം ചെയ്ത് വർദ്ധിപ്പിച്ച് എത്ര ആത്മാക്കൾ നേടുന്നു അത്രയും പട്ടണത്തിന്റെ അധിപതിയാകുന്ന വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.